ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പലതവണ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ കാര്യമാണ്. ഫാത്തിമ നീ സ്വർഗ്ഗത്തിലാ, ഫാത്തിമ നിനക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ വലിയ ഉന്നതമായ സ്ഥാനം തന്നിട്ടുണ്ട്. ഫാത്തിമ നിനക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം തന്നിട്ടുണ്ട്. ഫാത്തിമ പക്ഷേ നിനക്കൊരിക്കലും അഹങ്കാരം വരാൻ പാടില്ല ഫാത്തിമ. നിനക്കൊരിക്കലും നല്ല അഹങ്കാരം വന്നു പോവാൻ പാടില്ല ഫാത്തിമ. ഞാൻ മുത്തുനബിയുടെ മകളാണ്, ഞാനൊരു പ്രവാചകന്റെ മകളാണ്, ഞാനൊരു പ്രവാചകന്റെ പൊന്നുമോളാ, അലിയാർ തങ്ങളെ പൊന്നു ഭാര്യയാ, ഹസൈൻ ഹുസൈനോരുടെ ഉമ്മയാണ്. നീ എന്റെ മോളാണെന്ന് കരുതിയിട്ട് നിന്റെ ഹൃദയത്തിന്റെ അകത്തൊരു തരി പോലെ അസൂയ വരാൻ പാടില്ല, കിബർ വരാൻ പാടില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചതാണ്. എല്ലാ ദിവസവും ഹബീബായ തങ്ങളുടെ അടുക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഏത് സമയത്ത് മുത്തുനബിയുടെ സമീപത്തുണ്ടാകുമല്ലോ. എല്ലാവരും ഇഷ്ടമാണ് ബീവി ഫാത്തിമ ബീവിയെ. മുത്തുനബിക്ക് അള്ളാന്റെ ഹബീബിന്റെ കരളിലുള്ള കഷ്ണമാണെന്ന് മുത്തുനബി ഒരാളെ കുറിച്ചിട്ടേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ കരളിലുള്ള കഷ്ണമാണ് ഫാത്തിമ, എന്റെ പൊന്നാണ് ഫാത്തിമ, എന്റെ പൊന്നുമോളാണ് ഫാത്തിമ. പടച്ചവനെ, ഈ ഉമ്മമാരെ പാവങ്ങളാ, ഈ ബാപ്പമാരെ പാവങ്ങളാ, ഈ സഹോദര സഹോദരിമാരെ സാധുക്കളാണ് റബ്ബേ. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ സ്വർഗ്ഗം നൽകണേ അല്ലാ, സ്വർഗ്ഗം നൽകണേ അല്ലാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാ, നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാ, നീ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാ. പടച്ചവനെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൂട്ടത്തിലെ മക്കളില്ലാത്ത ധാരാളം സഹോദര സഹോദരിമാരുണ്ട് റബ്ബേ. അല്ലാഹുവേ, അവർക്ക് നീ സ്വാലിഹീങ്ങളായ ആരോഗ്യമുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. അവരുടെ കൂടെ അല്ലാഹു നമുക്ക് സ്വർഗ്ഗം തരട്ടെ, അവരെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. മദീനയിൽ പോകുമ്പോ, ഹജ്ജിന് പോകുമ്പോ, ഉംറക്ക് പോകുമ്പോ ജന്നത്തുൽ ബഖീഇന്റെ മനോഹരമായ മണ്ണിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കിടന്നിറങ്ങുന്നുണ്ട്. അവിടുത്തെ സിയാറത്ത് ചെയ്യാനുള്ള മഹാ സൗഭാഗ്യം ഞങ്ങൾക്ക് നീ തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരയുകയാണ്. അലി റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വന്നിട്ട് ഞാൻ എൻ്റെ പ്രഭാഷണത്തിന്റെ വിഷയത്തിലേക്ക് വരികയാണ്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഫാത്തിമ നീ എന്തിനാ കരയുന്നത് ഫാത്തിമ? നിനക്ക് മരണം പേടിയാണോ ഫാത്തിമ? ഇല്ല തങ്ങളെ, എനിക്ക് പേടിയില്ല തങ്ങളെ, എനിക്ക് മരണം പേടിയില്ല തങ്ങളെ, എനിക്ക് മരണം പേടിയില്ല തങ്ങളെ. പിന്നെ എന്തിനാ ഫാത്തിമ നീ കരയുന്നത്? എന്തിനാ ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ശരീരം, എന്റെ ശരീരം, എനിക്ക് അല്ലാഹു തന്ന സൗന്ദര്യം, എനിക്ക് അല്ലാഹു തന്ന ഈ ശരീരം ഇന്നവരെ ഒരാളുടെ മുന്നിലും ഞാൻ കാണിച്ചിട്ടില്ല തങ്ങളെ. ഇന്നവരെ ഒരാളെ മുന്നിലും ഞാൻ എൻ്റെ ശരീരം കാണിക്കാൻ പോയിട്ടില്ല. പറയാൻ പറ്റണം പെങ്ങളെ നമുക്ക്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ, പെണ്ണേ, പൊന്നുമോളെ, ഉമ്മമാരെ, സഹോദരിമാരെ, പെങ്ങന്മാരെ, വിദ്യാർത്ഥിനികളെ, നമുക്ക് പറയാൻ പറ്റണം പെങ്ങളെ, നമ്മുടെ ശരീരം ഒരു അന്യ പുരുഷന് നമ്മളെ കാണിച്ചിട്ടില്ല. നമ്മുടെ ശരീരത്തിന്റെ ഭാഗം അല്ലാഹുവിന്റെ പൊരുത്തമില്ലാത്ത ഒരു രൂപത്തിലും ഞാൻ എൻ്റെ ശരീരം ഒരാളുടെ മുന്നിലും കാണിക്കാറില്ല. മഹദിയായ
മഹതിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നോക്കിയേ നിങ്ങളെ. എന്നിട്ട് ഫാത്തിമ ബീവി പറയുകയാണ്, ഞാനെങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ജനാസ കൊണ്ടുപോകുമല്ലോ, ഖബറിലേക്ക് ഖബറടക്കാൻ കൊണ്ടുപോകുമല്ലോ. ആ ഖബറടക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് എന്റെ ജനാസ മയ്യത്തും കട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അലിയേ, ആരാണ് എന്നെ കുളിപ്പിക്കാനുള്ളത് അലിയേ? എന്റെ ജനാസ കട്ടിലിൽ കൊണ്ടുപോകുമ്പോ എന്റെ ജനാസ പുറത്തേക്ക് കാണൂലേ അനിയേ? എന്റെ മയ്യത്തിനെ പുറം ലോകം കാണൂലേ അനിയേ? എന്റെ മയ്യത്തിനെ പുറം ലോകം കണ്ടിട്ട് ആളുകളെ പറയൂലേ അനിയേ? ഫാത്തിമ അത്ര തടിയുള്ളവളാണ്, ഫാത്തിമ അത്ര നീളമുള്ളവളാണ്, ഫാത്തിമ വീണ ശരീരം അങ്ങനെയാണെന്ന് ആളുകളെ പറയൂലേ അലിയേ? അതുപോലെ എനിക്ക് പേടിയാണ് അലിയേ. അല്ലാഹുവേ, എത്ര വലിയ സൂക്ഷ്മതയാണ്, എത്ര വലിയ സൂക്ഷ്മതയാണ്. അതുകൊണ്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് കഫം ചെയ്തിട്ട് പള്ളിക്കാട്ടിലേക്ക് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ അലിയേ, നിങ്ങളെ വേണം കേട്ടോ, നിങ്ങളെ വേണം കേട്ടോ. ലമ്മാ മാതത്ത് ഹമല ജനസത ഹമല ജനാസതഹാ, 4 ആളുകളാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മയ്യത്തും കട്ടിലെ ചുമക്കാനുണ്ടായിരുന്നത്. ചരിത്രം പഠിക്കണോ? ഈ ചരിത്രം പറഞ്ഞിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരികയാ. ഇന്ന് ഫാത്തിമ ബീവി വഫാത്തായ ദിവസമായത് കൊണ്ടാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞു തരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിവെക്കണം, എഴുതി വെക്കുകയും വേണം. അല്ലാഹു ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗ്ഗം തരട്ടെ. ഒന്നാമത്തേതാരാ? സൗജുഹാ, അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന അലി തങ്ങളാ. പിന്നെയോ ഇബ്നാഹാ അൽ ഹസൻ വൽ ഹുസൈൻ, 2 മക്കളായ മഹാനരായ ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയാണ്. ആ 2 മക്കളും മഹാനരായ അലി ഇബ്നു അബീ താലിബ് തങ്ങളുമാണ്. മൂന്നാമത്തേത് അബൂദറുൽ ഗഫാർ റളിയല്ലാഹു അൻഹുവാണ്. അബൂദറുൽ ഗഫാർ റളിയല്ലാഹു അൻഹു. ഈ 4 പേരുമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്ന ജനാസയുടെ കട്ടിൽ പിടിച്ചത്. എന്നിട്ടോ മദീനയിലെ മനോഹരമായ മസ്ജിദുൻ നബവി കണ്ടിട്ടില്ലേ? ആ മസ്ജിദുൻ നബിയുടെ പരിസരത്തതാ ഐഷ ബീവി റളിയല്ലാഹു അൻഹ കിടന്നിറങ്ങുന്ന ജന്നത്തുൽ ബഖിയ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കിടന്നിറങ്ങുന്ന ജന്നത്തുൽ ബഖിയ. ആരംഭ റസൂലുള്ളാഹിന്റെ പോറ്റുമ്മയായ വളർത്തുമ്മയായ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ജനാസയെ ഖബറിൽ ഇറക്കി വെക്കുന്നതിന് മുമ്പ് തന്നെ ഖബറിൽ ഇറങ്ങി കിടന്നില്ലേ? അത് മഹദിയായ ഫാത്തിമ ബിൻത് അസദ് എന്ന മഹദിയുടെ ഖബറാ. ആ ഖബർ കിടക്കുന്നത് എവിടെയാ? മദീനയിലെ ജന്നത്തുൽ ബഖിയയിലാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പോലും സിയാറത്ത് ചെയ്യാതെ മുടക്കാതെ സിയാറത്ത് ചെയ്തിരുന്ന ജന്നത്തുൽ ബഖിയ. ആരംഭ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഐഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ കിടന്നിറങ്ങുന്ന മദീനയിലെ ജന്നത്തുൽ ബഖിയ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കിടക്കുന്ന ജന്നത്തുൽ ബഖിയ. എത്രയോ മഹാന്മാരായ സ്വഹാബത്ത് കിടന്നിറങ്ങുന്ന ജന്നത്തുൽ ബഖിയ. ആ ജന്നത്തുൽ ബഖിയിന്റെ അകത്തൊരാളെ ഖബറടക്കപ്പെട്ടാൽ അവരെ സ്വർഗത്തിലാണ്. അവർക്കുള്ള വിചാരണ കുറച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ജന്നത്തുൽ ബഖിയിൽ കിടക്കാനുള്ള ഭാഗ്യം തരണമല്ല. ആ ജന്നത്തുൽ ബഖി കാണാനുള്ള ഭാഗ്യം തരണമല്ല. ആ ജന്നത്തുൽ ബഖി സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം തരണമല്ല. മദീനയിൽ പോകുമ്പോൾ സുബഹി നിസ്കാരത്തിന് ശേഷം അസ്ർ നിസ്കാരത്തിന് ശേഷം ജന്നത്തുൽ ബഖിയിലെ ഉള്ളിലേക്ക് പുരുഷന്മാർക്ക് പ്രവേശനമുണ്ട്. ചെറുപ്പക്കാരാ, മദീനത്ത് പോകുമ്പോ പോണം മോനെ, ജന്നത്തുൽ ബഖിയിൽ പോകണം പാപ്പാ.
ജന്നത്തുൽ ബഖീഇന്റെ അടുക്കലേക്ക് പ്രവേശിച്ചിട്ട് പുരുഷന്മാർക്ക് മാത്രമേ കടക്കാൻ പറ്റുകയുള്ളൂ. സ്ത്രീകളെ ജന്നത്തുൽ ബഖീഇന്റെ പുറത്ത് നിന്നാണ് അവരോട് സലാം പറയേണ്ടത്. പുരുഷന്മാർക്ക് 2 സമയം മദീനയിൽ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട്. സുബഹിയുടെ ശേഷവും അസ്റിന് ശേഷവും ജന്നത്തുൽ ബഖീഇന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ആ പ്രവേശിച്ച ഉടനെയാണ് വലത് ഭാഗത്ത് മഹദിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ ഖബർ കാണാം. പടച്ചവനെ, ആ ജന്നത്തുൽ ബഖീലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട രാജകുമാരി പൊന്നുമോള് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ കിടന്നുറങ്ങുന്നതല്ലാ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസയെ രാത്രി സമയത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ അല്ലാഹുവേ ചരിത്രം പറയുകയാണ്, ഫലമ്മാ വളഉഹാ അലാ ശഫീനിൽ ഖബർ, ഖബറിന്റെ പുറത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ വെക്കുകയാണ്. എന്നിട്ട് കാമ അബൂദർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറയാണ്, ഫഖാല യാ ഖബർ അത്തദ്രി മന്നല്ലതി ജിനാ ബിഹാ ഇലൈക യാ ഫാത്തിമത്തു സഹ്റ. ഖബറേ, ഇത് ആരുടെ ജനാസയാണെന്നറിയോ? ഖബറേ, അബൂദർ ഗഫാർ റളിയല്ലാഹു അൻഹു ഖബറിനോട് പറയാ, ഖബറേ നീ കളിക്കണ്ട ഖബറേ, നീ കളിക്കണ്ട ഖബറേ, നീ കളിക്കണ്ട ഖബറേ. ഇത് ആരുടെ ജനാസയാണെന്നറിയോ? ഖബറേ, ഇത് ആരുടെ മയ്യത്താണെന്നറിയോ? ഖബറേ, ഇത് സാധാരണക്കാരനായ ഒരാളുടെ മയ്യത്തല്ല, ഇത് സാധാരണക്കാരനായ ഒരു പെണ്ണിന്റെ മയ്യത്തല്ല. ഇത് ആരുടെ മയ്യത്താൻ എന്നിലേക്ക് ഇറക്കാൻ പോകുന്നത്? ഖബറേ. അല്ലാഹുവേ, മഹാനവറുകൾ ഖബറിനോട് പറയുകയാണ്, ഫാത്തിമത്തു സഹ്റ ബിൻത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഫാത്തിമ. ഇത് ഫാത്തിമാന്റെ മയ്യത്ത, ഇത് ഫാത്തിമാന്റെ ജനാസയ, ഇത് ഫാത്തിമത്തു സഹ്റ, ലോകത്തിന്റെ നേതാവ് മുത്ത് റസൂലിന്റെ പൊന്നുമോള ഖബറേ, ഹബീബായ തങ്ങളുടെ പൊന്നുമോള ഖബറേ. മാത്രമല്ല വസൗജത്തു അലൈഹിൽ മുർത്തല, ആയിരക്കണക്കിന് ആളുകൾ വന്ന് മുത്തുനബിയോട് ചോദിച്ചില്ലേ, നബിയെ തങ്ങളുടെ പൂമോളെ, തങ്ങളുടെ പുന്നാര പൂമോളെ, ആ താമരമൊട്ടിന്റെ അഴകുള്ള ഫാത്തിമാനെ ഒന്ന് കല്യാണം കഴിച്ചു തരുമോ നബിയെ? എത്ര ആളുകൾ വന്ന് മുത്ത് ഹബീബിനോട് വന്ന് പറഞ്ഞതാ. പക്ഷേ നബി തങ്ങളെ തെരഞ്ഞെടുത്തതാരെയാണ്? തന്റെ പ്രിയപ്പെട്ട മരുമകനായി തെരഞ്ഞെടുത്തത് സയ്യിദനാ അലിയുൽ മുർത്തല. വസൗജത്തു അലിയുൽ മുർത്തല, ഇത് അലിയാർ തങ്ങളുടെ ഭാര്യയാണ്. ഖബറേ, വ ഉമ്മുൽ ഹസനി വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ പേരക്കിടാക്കളായ ആ 2 പൂമ്പാറ്റ മക്കളുടെ ഉമ്മയാ ഖബറേ. അതുകൊണ്ട് ഖബറേ, നീ നിന്റെ സ്വഭാവം കാണിക്കല്ലേ ഖബറേ. ഖബർ കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഖബർ കണ്ടിട്ടുണ്ടോ ബാപ്പമാരെ, പെങ്ങളെ? നിങ്ങളത് കണ്ടിട്ടില്ലല്ലോ. ആ ഖബറിലേക്ക് ഒരു മയ്യത്തിനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഖബറിന്റെ മുകളിൽ 3 മീസാകൾ അഥവാ മൂടുകളിൽ വെച്ച് എല്ലാവരും മണ്ണെറിഞ്ഞിട്ട് മണ്ണ് വാരി എറിഞ്ഞ് തിരിച്ചു പോന്ന് കഴിഞ്ഞാ ഖബറിന്റെ ഒരു സ്വഭാവമുണ്ട്. ആ 2 ഖബറിന്റെ ചുമരുകൾ ആ മയ്യത്തിനങ്ങൾ അകത്താക്കുമെന്നാ, ആ മയ്യത്തിനങ്ങ് പ്രസ് ചെയ്യുമെന്നാ, ആ മയ്യത്തിനങ്ങ് കൂട്ടിപ്പിടിക്കുമെന്നാ. അത് ആണായാലും പെണ്ണായാലും വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും ഏതൊരാളെ ഖബറിലേക്ക് ആദ്യമായി കിടക്കുന്നുണ്ടോ ആ ഖബറിന്റെ അകത്ത് ആദ്യമായി മയ്യത്ത് അനുഭവിക്കുന്ന രംഗം റമളാനിലാവിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ
അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളെ ഫാത്തിമ ബീവിയെ ഖബറിൽ ഇറക്കി വെക്കുന്നതിന് മുമ്പ് തന്നെ അബൂ ദർറുൽ ഗഫാർ തങ്ങൾ പറയുകയാണ്, ഹസൈൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാണ് ഖബറേ. അതുകൊണ്ട് നിന്റെ സ്വഭാവം ഒന്ന് മാറ്റിവെക്കണം. പിടിത്തുണ്ടല്ലോ ഒന്ന് ചുരുക്കണം ഖബറേ. ഇത് സാധാരണ ഒരാളല്ല, ഇത് ഫാത്തിമ ബീവിയാ, ഇത് ഫാത്തിമ ബീവിയാ. ഒന്ന് ചുരുക്കുമോ ഖബറേ, ഒന്ന് ചുരുക്കുമോ ഖബറേ. നീ ഇരുള കൊടുക്കരുത്, നീ ശിക്ഷിക്കരുത്, നീ പ്രസ് ചെയ്യരുത്, നീ വേദനിപ്പിക്കരുത് ഖബറേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമോളെ നീ വേദനിപ്പിക്കരുതേ ഖബറേ. ജന്നത്തുൽ ബഖിയ സാക്ഷിയായ സംഭവമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു തരുന്നത്. ആ സമയത്തതാ ഫസമിഉ നിദാ, ഖബർ തിരിച്ചു മറുപടി പറയുകയാണ്, മാ അന മൗളിഉൻ, മാ അന മൗളിഉൽ ഹസബി വനസബി വഇന്നമാ അന മൗളിഉൽ അമലി സ്വാലിഹി ഫലാ യൻജു മിന്നി ഇല്ലാ മൻ കസറ ഖൈറുഹു വസലിമ ഖൽബുഹു വഖലസ അമലുഹു. ഖബർ മറുപടി പറഞ്ഞതെന്താ? ഖബർ മറുപടി പറഞ്ഞതെന്താ? ആ തറവാടിത്തം ഇവിടെ പറയാൻ നിൽക്കണ്ട. ഖബർ പറയാൻ, ഖബർ മറുപടി പറയാൻ. ആരോടായി പറയണത്? ആരോടായി പറയണ? നിങ്ങൾക്ക് വല്ല ചിന്തയുണ്ടോ? ആരോടാ പറയണേ? എന്റെ മയ്യത്തല്ല, നിങ്ങളെ മയ്യത്തല്ല, സാധാരണക്കാരനായ ഒരാളെ മയ്യത്തല്ല. ആരെ മയ്യത്താ മുന്നിലുള്ളത്? ആരെ മയ്യത്താ മുന്നിലുള്ളത്? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ടാണ് ഈ കളി. ഖബർ പറയുകയാണ്, എന്നോട് തറവാടിത്തം പറയാ വരണ്ട, എന്നോട് മഹിമ പറയാ വരണ്ട, എന്നോട് സ്ഥാനങ്ങൾ പറയാ വരണ്ട. അതൊക്കെ അവിടെ, അതൊക്കെ നിങ്ങൾ അവിടുന്ന് പറഞ്ഞോളി. അതൊക്കെ അവിടെ വെച്ചിട്ട് വന്നാൽ മതി, അതെല്ലാം അവിടെ വെച്ചിട്ട് വന്നാൽ മതി. എന്നോട് മഹിമ പറയാ വരണ്ട, എന്നോട് സ്ഥാനമാനങ്ങൾ പറയാ വരണ്ട. അന മൗദിഉ അമലിൽ സ്വാലിഹിൻ, ഇവിടെ സ്വാലിഹായ അമൽ നിങ്ങൾ എടുത്തിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രക്ഷപ്പെടാം. ഫലാ യൻജു മിന്നി, ഒരു കുട്ടി പോലും എന്നിൽ നിന്ന് രക്ഷപ്പെടൂല. ഇല്ലാ മൻ കസറ ഖൈറുഹു, ജീവിതത്തിൽ ഖൈർ വർദ്ധിപ്പിച്ചവരല്ലാതെ രക്ഷപ്പെടൂല. അബൂദർറേ വസലിമ ഖൽബുഹു, നല്ല ഖൽബുള്ളവരാരാ? ഒറ്റരാളോട് കുശുമ്പില്ലാത്ത, ദേഷ്യമില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, കിബറില്ലാത്ത, അസൂയയില്ലാത്ത, പോരുകളില്ലാതെ, ഗീബത്തില്ലാതെ, നമീമത്തില്ലാതെ, കളവില്ലാതെ, ഫസാദില്ലാതെ, കളങ്കമില്ലാതെ, മറ്റൊരാൾക്കിടയിൽ പിണക്കമില്ലാതെ, ഗീബത്തും നമീമത്തും മണിക്കൂറുകളോളം പറഞ്ഞ് ഫസാദാക്കാതെ, മറ്റുള്ളവരെ തെറ്റിക്കാതെ, മറ്റുള്ളവർക്കിടയിൽ മോശമായി പ്രചരിപ്പിക്കാതെ, അവനവന്റെ ന്യൂനത നോക്കിയിട്ട് പടച്ചവനോട് നന്നാക്കുന്നവനാരാ? മറ്റുള്ളവന്റെ ന്യൂനത നോക്കാൻ നമ്മൾ മുന്നിലാണല്ലോ, മറ്റുള്ളവന്റെ കുറവ് നോക്കാൻ നമ്മൾ മുന്നിലാണല്ലോ, മറ്റുള്ളവന്റെ കുറവ് കാണാൻ നമ്മൾ മുന്നിലാണല്ലോ, മറ്റുള്ളവന്റെ ഗീബത്ത് കേൾക്കാൻ നമുക്ക് സുഖമാണല്ലോ, മറ്റൊരാളെ കൂട്ടമായി ആക്രമിക്കാൻ നമ്മൾ മുന്നിലാണല്ലോ, മറ്റൊരാളെ കൂട്ടമായി അടിക്കാൻ നമ്മൾ മുന്നിലാണല്ലോ. ഒറ്റക്ക് ഒരാളെ കിട്ടുമ്പോ അവനെ അടിക്കുക മാത്രമല്ല, അടിച്ചു കൊല്ലാൻ വരെ നമ്മളെ മുന്നിലാ. പക്ഷേ മുഅ്മിനെ അതൊന്നും പാടില്ല ചെറുപ്പക്കാരാ. ഇവിടുന്ന് രക്ഷപ്പെട്ടാലോ ഖബറിൽ രക്ഷപ്പെടൂല ചെറുപ്പക്കാരാ. ഇവിടുന്ന് രക്ഷപ്പെട്ടാലോ ഖബറിൽ രക്ഷപ്പെടൂല കൂട്ടുകാരാ. ആൾക്കൂട്ടം കൂടിയിട്ട് ഒരാളെ കൊന്നിട്ട് ഒരാളെ അടിച്ചിട്ട് ഇവിടുന്ന് ആൾക്കൂട്ടമായാൽ കേസ് ഉണ്ടാവില്ല, ആൾക്കൂട്ടമായാൽ തിരിച്ചറിയൂല എന്ന് ഇവിടുന്ന് കരുതിയെങ്കില് പൊന്നുമക്കളെ, പടച്ചവന്റെ മുമ്പിൽ ഒരു കോടതിയുണ്ട്, അല്ലാഹുവിന്റെ മുമ്പിൽ
മുമ്പിൽ മാലാഖമാരെ ചോദ്യം ചെയ്യുന്നൊരു കോടതിയുണ്ട്. അവരെ പതിനായിരങ്ങളല്ല, ലക്ഷങ്ങളല്ല, കോടിക്കണക്കിന് ആൾക്കൂട്ടത്തിന്റെ കടക്ക് ആരാണോ തെറ്റ് ചെയ്തത് അവനെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു ലോകം വരാനുണ്ട്, മറക്കണ്ട. അങ്ങനെ ഒരു ലോകം നമുക്ക് വരാനുണ്ട്, മറക്കണ്ട. അതുകൊണ്ട് അക്രമങ്ങൾക്ക് പോവണ്ട, അനീതികൾക്ക് പോവണ്ട, പ്രശ്നങ്ങൾക്ക് പോവണ്ട. അല്ലാഹുവേ, മറ്റൊരാളെ ചീത്ത പറയാനോ കുറ്റം പറയാനോ കുറ്റപ്പെടുത്താനോ നമ്മളെ പോവണ്ട. നമ്മുടെ കുറവ് നോക്കുക. നമ്മുടെ കുറവന്നെ ഇപ്പൊ എന്തൊക്കെയുണ്ട് അല്ലേ? ഇപ്പൊ നോക്കി, ഇന്നലെ ഇപ്പൊ നമ്മൾ കുറെ വേള് പറഞ്ഞു, ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ ഇന്നലെ പ്രാവർത്തികമാക്കിയവർ ആരൊക്കെയാ? അള്ളാഹു കബൂലാക്കട്ടെ. ആരൊക്കെയാ? ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ മിസ്വാക്ക് ചെയ്ത് കിടന്നുറങ്ങാൻ പറഞ്ഞിനി. മിസ്വാക്ക് ചെയ്ത് കിടന്നുറങ്ങൽ ആരൊക്കെയാന്ന് ഞാൻ ചോദിക്കുന്നു, പ്രത്യേകം ചോദിക്കും. ചെയ്തോലൊക്കെ പറയണം കേട്ടോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ അല്ലാഹു നമുക്ക് സ്വർഗ്ഗം തരട്ടെ. അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ, അല്ലാഹുവിന്റെ ദൂതരെ പൂമോള് ഫാത്തിമ, അലിയാലെ തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ, അല്ലാഹുവിന്റെ ദൂതരെ പൂമോള് ഫാത്തിമ, അലിയാലെ തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. മുത്തായ ദീനിൻ മാതൃക മഹിള ഫാത്തിമ, മുത്ത് റസൂലിൽ കരണിൽ കഷ്ണം ഫാത്തിമ. മുത്തായ ദീനിൻ മാതൃക മഹിള ഫാത്തിമ, മുത്ത് റസൂലിൽ കരണിൽ കഷ്ണം ഫാത്തിമ. തങ്കമാർന്ന പെൺകൊടി മങ്കമാരതിൽ റാണി, താരങ്ങൾ പൂത്ത പോൽ ചിനി തൂങ്ങും സുന്ദരി. അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ, അല്ലാഹുവിന്റെ ദൂതരെ പൂമോള് ഫാത്തിമ, അലിയാരെ തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. മന്നാന്റെ സ്വർഗ പൂവനത്തിൽ റാണി ഫാത്തിമ, മതിലെങ്കും തങ്ക തിങ്കൾ ശോഭയേറും ഫാത്തിമ. മന്നാന്റെ സ്വർഗ പൂവനത്തിലെ റാണി ഫാത്തിമ, മതിലെങ്കും തങ്ക തിങ്കൾ ശോഭയേറും ഫാത്തിമ. അജബേറും മാൻമിഴി, അതബേറും തേൻമൊഴി, അഹദായ റബ്ബിലായി ദിക്റേകുമൊത്തിരി. അഹദായ റബ്ബിലായി ദിക്റേകുമൊത്തിരി. അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ, അല്ലാഹുവിന്റെ ദൂതരെ പൂമോള് ഫാത്തിമ, അലിയാരെ തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. അല്ലാഹു ഫാത്തിമ ബീവിയുടെ കൂടെ അല്ലാഹു നമുക്ക് സ്വർഗ്ഗം തരട്ടെ. ആമീൻ പറയ്. ഫാത്തിമ ബീവിയുടെ കൂടെ അല്ലാഹു നമുക്ക് സ്വർഗ്ഗം തരട്ടെ. അപ്പൊ ഫാത്തിമ ബീവിയുടെ ആണ്ടായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ചരിത്രമൊക്കെ പറഞ്ഞത്. അല്ലാഹു അല്ലെ പൊരുത്ത അല്ലാഹു തരട്ടെ. ഫാത്തിമ ബീവിയുടെ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പൊരിക്കൽ. ഓർമ്മയുണ്ടോ? ഫാത്തിമ ബീവിന്റെ ചരിത്രം മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ ബീവിയുടെ കല്യാണം, ഫാത്തിമ ബീവിയുടെ കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ അറിയില്ല. അല്ലാഹു അല്ലെ കൂടെ നമുക്ക് സ്വർഗ്ഗം തരട്ടെ. ആ പുസ്തകം മറിച്ച് നോക്കിയാൽ മതി, പുസ്തകത്തിൽ എതിനെയാവോ അല്ലാഹു അല്ലെ കൂടെ. അപ്പൊ ആരെ കബറിന്റെ കാലത്ത് ഫാത്തിമ ബീവിയുടെ കബർ മുന്നിൽ വെച്ചിട്ട്, മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് കബർ പറഞ്ഞാണ്. അത് നല്ല ശ്രദ്ധിക്കണം കേട്ടോ, എഴുതി വെക്കണേ. എന്ത് നിങ്ങളെ തറവാടിന്റെ മഹത്വം ഒന്നും ഇവിടെ പറയാൻ വരണ്ട. ഞാൻ അങ്ങനെ തറവാട്ടുകാരാണ്, ഞാൻ ഇന്ന ആളെ മോനാണ്, ഞാൻ ഇന്ന ആചാര്യ മോളാണ്, ഞാൻ ഇന്ന ആളെ മോളാണ്, ഇന്ന ആളെ മോനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കബറിന്റെ അടുക്കൽ രക്ഷപ്പെടൂല. ഞാൻ ഇന്ന ആളെ ഭാര്യയാണ്, ഞാൻ ഇന്ന പെണ്ണിന്റെ ഭർത്താവാണ്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന കുടുംബത്തിൽ നിന്ന് വരിക, ഇന്ന കബറിനെ ശിക്ഷിക്കരുത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ടാണ് കബറി പറയണത്. പിന്നെ നമ്മളത് പന്താ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതിനെന്ത് വേണം? ജീവിതത്തിൽ ഒരാളോടും വെറുപ്പുണ്ടാവരുത്.
ഒരാളോടും ജീവിതത്തിൽ വെറുപ്പുണ്ടാവരുത്, പകയുണ്ടാവരുത്, വിദ്വേഷം ഉണ്ടാവരുത്, ദേഷ്യം ഉണ്ടാവരുത്, വൈരാഗ്യം ഉണ്ടാവരുത്. നല്ല മനസ്സോടെ. അതാണല്ലോ ഖബർ തിരിച്ചു പറഞ്ഞത്. അതാണല്ലോ ജീവിതത്തിൽ ഖൈർ ചെയ്തവരാരാ അവർക്ക് ഇൻഷാ അല്ലാഹ് അവിടെ രക്ഷപ്പെടാം. ഇല്ല അമല് സ്വാലിഹായ അമലായി ചെയ്തവരാരാ ഓൽക്ക് ഇവിടെ രക്ഷപ്പെടാം. പിന്നെന്താ ഖബർ പറഞ്ഞേ? സലീമായ ഖൽബായിട്ട് ആരാണോ വരുന്നത് ഓൽക്ക് ഇവിടെ രക്ഷപ്പെടാം. സലീമായ ഖൽബ് എന്ന് പറഞ്ഞാല് നിഷ്കളങ്കമായ ഹൃദയമായിട്ട് ഇവിടെ വരുന്നതാരാ ഓൽക്ക് ഇവിടെ രക്ഷപ്പെടാം. ഓൽക്ക് മാത്രം ഇവിടെ രക്ഷപ്പെടാം. ജീവിതത്തിൽ ധാരാളം ഖൈർ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നലെ ഉസ്താദ് പറഞ്ഞു എന്ത് മിസ്വാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? മിസ്വാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഇന്നലെ വാഴ് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്നലെ രാത്രി കിടന്നുറക്കിയപ്പോൾ മിസ്വാക്ക് ചെയ്തിട്ടുണ്ടോ? സത്യം പറയണം, പൊള്ളു പറയരുത്, സത്യം പറയണം. ഇന്നലെ രാത്രി കിടന്നുറക്കിയപ്പോൾ മിസ്വാക്ക് ചെയ്തോ? സത്യം പറഞ്ഞാണ് ആരൊക്കെ ഇന്നലെ മിസ്വാക്ക് ചെയ്തു? ഒരു നമ്മൾ വാഴ് പറയുന്നതിന് ഗുണമുണ്ടാണ്. നോമ്പുകാരന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നലെ ആരൊക്കെ മിസ്വാക്ക് ചെയ്തു ഒന്ന് പറഞ്ഞാണി. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഒന്നും പാട്ടൊന്നുമില്ല, ഇല്ലാത്തവരില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ഓലപ്പം എന്താ മാണ്ടിയത്? ഇല്ലാത്തവരില്ല എന്ന് തന്നെ പറയണേ. ഇല്ലാത്തവരില്ല എന്ന് തന്നെ പറയണോ? വെറുതെ പൊള്ളു പറഞ്ഞാണ്ട് നോമ്പിന്റെ കൂലി നഷ്ടപ്പെടുത്താൻ നിൽക്കണ്ട. വെറുതെ പൊള്ളു പറയണ്ട. സത്യം പറയും. ആരൊക്കെ ഇന്നലെ മിസ്വാക്ക് ചെയ്തു? അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ ചെയ്തിട്ടില്ല. അതെന്ത് പറ്റി? ബ്രഷ് ഇല്ലേ? എന്ത് പറ്റി? മിസ്വാക്ക് ചെയ്യണോ കേട്ടോ? മിസ്വാക്ക് ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരില്ല. എന്നാ ചെയ്യാത്തോല് ഇന്ന് ചെയ്യണം. ഉച്ചന്റെ ശേഷം ചെയ്യരുത് കേട്ടോ. ഉച്ചന്റെ ശേഷം നോമ്പുകാരൻ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇന്ന് ചെയ്യൂലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമ്മമാരോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ചോദിച്ചോണ്ടി. ചിലപ്പോൾ തിരക്കിന്റെ ഇടയിൽ മറക്കും. ചിലപ്പോൾ നോമ്പ് വെച്ച് ക്ഷീണം, തറാവി കഴിഞ്ഞ് ചിലപ്പോൾ ക്ഷീണം അങ്ങോട്ട് ചിലപ്പോൾ നമ്മൾ മറക്കും. നിങ്ങൾ മറന്നാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ഇന്നലെ ചെയ്തു. ഇന്നലെ ഇനി ഒന്നും ചെയ്യണം. അതിനാണ് ഉസ്താദ് പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? മണിക്കൂറുകളോളം ചെലവഴിച്ചിട്ട് നമ്മളിത് പറഞ്ഞു തരുന്നത് എന്തിനാണ്? അത് നിങ്ങൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. പടച്ചോൻ തൗഫീഖ് കൂടി ചെയ്യണല്ലോ അല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്താലല്ലേ സംഗതി നടക്കുള്ളൂ. അല്ലാതെ ഒരു സംഗതി നടക്കൂല. അല്ലാഹ് അതിന് ഭാഗ്യം തരണം. നമുക്കെല്ലാം ഭാഗ്യം അല്ലാഹു തരട്ടെ. നിങ്ങൾ ആമീൻ പറയങ്ങളെ. അല്ലാഹു അതിന് ഭാഗ്യം തരട്ടെ. അങ്ങനെ ഇന്നലെ നമ്മൾ മിസ്വാക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇന്നലെ എവിടെ എത്തി വാഴ? അതിന്റെ ബാക്കി പറയണം. നല്ല ശ്രദ്ധയോടെ കേട്ടിരിക്കും. ഇന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളെ പറയണം. അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യണം. മിസ്വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം അതൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു. നല്ലതുപോലെ അതൊക്കെ ശ്രദ്ധിക്കണം. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നും നാളെയും റമദാനിൽ ശ്രദ്ധിക്കേണ്ട, ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളാണ് ഇന്നും നാളെയും പറയണത്. മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വാഴ ചരിത്ര പ്രഭാഷണം തുടങ്ങും. മറ്റന്നാൾ ഇന്നും നാളെ ശ്രദ്ധയോടെ കേട്ടിരിക്കും. ഇതൊക്കെ ജീവിതത്തിൽ പല ആൾക്കാരും പറഞ്ഞു, ഉസ്താദ് അതിന് ഇത്രയൊക്കെ കൂലി ഉണ്ടെന്ന് ഞങ്ങൾ ഇപ്പോൾ അറിയണേ. അങ്ങനെ കുറെ ഉണ്ട്. പഠിച്ചോളി. അപ്പൊ ഇന്നലെ നമ്മൾ എവിടെ എത്തി? അങ്ങനെ മിസ്വാക്ക് ചെയ്ത് വുളു എടുത്തിട്ട് കിടന്നുറങ്ങണം നമ്മൾ പറഞ്ഞു അല്ലേ? വുളുവിന് ധാരാളം ശ്രേഷ്ഠത ഉണ്ട്. ഒരാൾ വുളു എടുത്ത് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വുളു എടുക്കുന്ന സമയത്ത് അവര് ഒരിക്കലും വെള്ളം തോത്തരുത്, ശരീരത്തിൽ നിന്ന് വെള്ളം തോത്തരുത്. പിന്നെ വുളു എടുക്കുമ്പോ ആദ്യം ശ്രദ്ധിക്കേണ്ട വിഷയം ഇന്നലെ ഉസ്താദ് പറഞ്ഞു. ഇനി എന്തേലും ഓർമ്മയുണ്ടോ? വുളു എടുക്കുമ്പോ ആദ്യം ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ? ആരാ പറയാ? ഇൻഷാ അല്ലാഹ് പറയ്. ആരാ പറയാ? വുളു എടുക്കുമ്പോ ആദ്യം ശ്രദ്ധിക്കേണ്ട വിഷയം കിബിലയിലേക്ക് മുന്നിടണം. അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, എന്നാ കിബിലയിലേക്ക് മുന്നിട്ടോ? കിബിലയിലേക്ക് മുന്നിട്ടോ? വുളു എടുത്തപ്പോ കിബിലയിലേക്ക് മുന്നിട്ട് വുളു എടുക്കണം. പിന്നെ
3 തവണ കഴുകണം. അതൊക്കെ ആരെ കാണിച്ചു കൊടുത്തത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ കാണിച്ചു കൊടുത്തത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു പാട്ട് പാടി തരാം, അപ്പോൾ മനസ്സിലാവും. വുദു എടുക്കുമ്പോ മുൻകൈ കഴുകണം. പിന്നെ ആ ദിക്റുകളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, വുദു എടുക്കുമ്പോ ചെല്ലേണ്ട ദിക്റുകൾ അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞു ട്ടോ. പിന്നെയോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, സ്വഹാബ വുദൂഇന് ശേഷം വുദൂ എടുക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. നബി മുഹമ്മദ് മുസ്തഫ വുദൂ എടുക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. സംസാരിക്കലുണ്ടോ? വുദൂ എടുക്കുമ്പോ എഴുതി വെച്ചോളി. എഴുതി വെച്ചാൽ മാത്രം പോരാ, ഉസ്താദ് ഇടക്കിടക്ക് ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ മറുപടി പറയണം. വുദൂഇന്റെ സമയമൊഴികയെ സംസാരം, വുദൂഇന്റെ സമയമൊഴിക്കണേ സംസാരം. കേട്ടോളി, വുദൂഇന്റെ സമയം ഒഴിക്കണേ സംസാരം. റഹ്മത്ത് വന്നിറങ്ങുന്നതാണാ നേരോ, സംസാരമിടയിൽ വന്ന് പോയാൽ നിന്നത് എന്നുള്ളതാ നബി തങ്ങളിൽ വന്നുള്ളത്. വുദു എടുക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. വുദു എടുക്കുന്ന സമയത്ത് നാടൻ വർത്തമാനം പറയാൻ പാടില്ല. ഇനി ഒരാൾ ചോദിക്കാണ്, ഉസ്താദേ എന്തേ അങ്ങനെ വർത്താനം പറയാ കാരണം? അങ്ങനെ വർത്തമാനം പറയരുതെന്ന് പറയാ കാരണം എന്താണ്? നിങ്ങൾ വുദു എടുക്കുന്ന സമയത്ത് റഹ്മത്ത് ഇറങ്ങുന്ന സമയമാണ്, റഹ്മത്ത് ഇറങ്ങുന്ന സമയമാണ്. ഇനി ഒരാൾ വുദൂഇന്റെ ഇടയിൽ സംസാരിച്ചു പോയാൽ, സംസാരമിടയിൽ വന്ന് പോയാൽ നിന്നത് ആ റഹ്മത്ത് അവിടെ നിൽക്കുന്നതാണ് കേട്ടോ എന്നുള്ളതാ നബി തങ്ങളിൽ നിന്നുള്ളത്. വുദൂഇന്റെ ഇടയ്ക്ക് നിങ്ങളെങ്ങാനും സംസാരിച്ചു കഴിഞ്ഞാല് ആ റഹ്മത്ത് അവിടെ നിന്ന് പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനേ, വുദൂ എടുക്കുന്ന സമയത്ത് ഒരിക്കലും നല്ല ഒരു സംസാരത്തിലേക്ക് നമ്മളെ പോവാൻ പാടില്ല. ഇതങ്ങനെയാണ്. വുദൂ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ അസർ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ടാവും. ഇപ്പൊ ലൂറിന് ഇങ്ങനെ വുദൂ എടുക്കണം. കുഞ്ഞോളെ ആ പത്തിരന്ന് മറിച്ചിട്ടാ, ആ പത്തിരന്ന് കഴിച്ചാ ഞപ്പട് വരാം. അങ്ങനെയാണ്, ഞപ്പട് വരാ. ഈ കൈയൊന്ന് കഴിക്കട്ടെ. വുദൂ എടുക്കുന്ന സമയത്ത് മാളൂട്ടിയെ ആ കറിയൊന്ന് അടുപ്പത്ത് നിർത്തിച്ച പറയരുത്. വുദൂ എടുക്കുന്ന സമയത്ത് സംസാരം പാടില്ല. അത് നിന്നല്ല ആരും പാടില്ല, നിങ്ങളിന്നല്ല ആരും പാടില്ല. ശ്രദ്ധിക്കേണ്ട വിഷയമാണത്, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വുദൂ എടുക്കുന്ന സമയത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ റഹ്മത്ത് അവിടെ നിന്ന് ഇല്ലാതെയായി പോകുമെന്നാണ്, റഹ്മത്ത് അവിടെ നിന്ന് ഇല്ലാതെയായി പോകുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. മാത്രമല്ല, ശരീരത്തിൽ നിന്ന് നിങ്ങളെ വെള്ളം ഇങ്ങനെ ഒലിപ്പിക്കണേ. ആ വെള്ളം ഇങ്ങനെ ഒലിച്ചു കഴിഞ്ഞാല്, മുഖത്തിൽ നിന്ന് വെള്ളം ഒലിച്ചു കഴിഞ്ഞാല്, മുഖത്തിൽ നിന്ന് വെള്ളം ഒലിച്ചു കഴിഞ്ഞാല് ആ വെള്ളം ഇങ്ങനെ അവസാനം മുറ്റിപ്പോകുമ്പോ ആ വെള്ളത്തിലൂടെ നിങ്ങളെ ദോഷങ്ങൾ മുറ്റിപ്പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. വുദൂ എടുത്തതിന് ശേഷം, വുദൂ എടുത്തതിന് ശേഷം നിങ്ങൾ ഖിബ്ലയിലേക്ക് മുന്നിട്ട് 2 കൈയും ഉയർത്തി പിടിച്ചിട്ട് ചൊല്ലണേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വുദൂഇന് ശേഷം ആ ദുആ നിങ്ങൾ ചെയ്യണം. വുദൂഇന് ശേഷം ഒരു ദുആ ഉണ്ട് സ്വഹാബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ ദുആ ഒരാൾ വുദൂഇന് ശേഷം ഒരു തവണ ചൊല്ലിയാൽ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയട്ടെ, ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, ഉസ്താദ് ഒരു സെക്കൻഡ് ആ ദുആ ഒന്ന് സ്ക്രീനിൽ കാണിച്ചു തരാം. നിങ്ങൾ പറയും, ഉസ്താദ് ആ ദിക്ർ ഞങ്ങൾക്കറിയാലോ. നിങ്ങൾക്കറിയാമെങ്കിലും അറിയാത്ത ആളുകൾ ഈ സദസ്സിലുണ്ട്, അവർക്ക് അറിയാൻ വേണ്ടിയാണ്. അറബി തീരെ അറിയാത്ത ആളുകൾ, മദ്രസയിൽ തീരെ പോവാത്ത ആളുകൾ ആ ദിക്റും ദുആവും മാത്രം ഈ മജ്ലിസിൽ വന്ന് ഈ മജ്ലിസ് കേട്ട് പഠിച്ച ആളുകൾ ഈ മജ്ലിസിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ഉസ്താദ് കാണിച്ചു തരുന്നത്. ശ്രദ്ധിക്കണേ.
ആ ദിക്ർ നിങ്ങൾക്ക് ഉസ്താദ് പഠിപ്പിച്ചു തരികയാണ്. ശ്രദ്ധിക്കണോ? വുളു എടുക്കുന്ന സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബാക്കി പറയട്ടോ, നല്ല രസകരമായ സംഭവം വരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. അതിങ്ങനെ കാണിച്ചു തരുന്നോട്ട് നിങ്ങൾ കരുതണ്ട ഉസ്താദ് അപ്പൊ ഞങ്ങളെ 1ാം ക്ലാസ്സിലെ കുട്ടിയാക്കാന്ന് കരുതണ്ട കേട്ടോ. ബിസ്മിം യാസീൻ ഫാത്തിയൊക്കെ നമ്മളെ മജ്ലിസിൽ പഠിച്ച കുറെ ആൾക്കാരുണ്ട്. ഞാനത് കാണുന്നതല്ലേ, എന്റെ അടുത്ത് വരുന്നതല്ലേ. അതുകൊണ്ട് അങ്ങനത്തെ ആളുകൾക്ക് ഇത് വലിയ ഉപകാരമാവും. മാത്രമല്ല നിങ്ങൾക്ക് ഇത് ഓർമ്മപ്പെടുത്തൂലാവും. അതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളെ ചെറിയ കുട്ടികളായിട്ട് അങ്ങനെ പഠിപ്പിക്കല്ലേ, അങ്ങനെ ആരും കരുതരുത് കേട്ടോ. എന്നിട്ടോ വുദൂഇന്റെ അവയവങ്ങൾ കഴുകുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് ചൊല്ലണം ഉമ്മ, എന്ന് ചൊല്ലണം ചെറുപ്പക്കാരാ. അങ്ങനെ വുദൂ എടുത്ത് കഴിഞ്ഞു. വുദൂ എടുക്കുമ്പോ വായില് വെള്ളം കുപ്പിളിക്കൽ എങ്ങനെ നമ്മൾ പറഞ്ഞീനി 3 വട്ടം ഒന്നായിട്ട് എടുക്കാൻ പറ്റുമോ? അങ്ങനെയല്ല, ഒരു തവണ എടുത്തിട്ട് ഒരു തവണ തുപ്പ, രണ്ടാമത്തെ തവണ എടുത്തിട്ട് രണ്ടാമത്തെ തവണ, അങ്ങനെ 3 തവണ എടുത്തിട്ട് എങ്ങോട്ട് തുപ്പേണ്ടത്, ഏത് ഭാഗത്തേക്ക് തുപ്പേണ്ടത് അത് നമ്മൾ പറഞ്ഞു, ഇടത് ഭാഗത്തേക്ക് അല്ലേ. അങ്ങനെ അവസാനം വുദൂ എടുത്ത് കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളെ ഇന്ന് മുതൽ പതിവാക്കണം. ചെയ്യാത്തവരെ ഇന്ന് മുതൽ ചെയ്യണം, ചെയ്യാത്തവരെ ഇന്ന് മുതൽ ചെയ്യണം, ചെയ്യുന്നവരെ പതിവാക്കണം. പതിവാക്കുമ്പോ എന്റെ കൂലി എനിക്ക് ലഭിക്കണമെന്ന നിയത്തോടെ പതിവാക്കണോ. പതിവാക്കാത്തവര് ഇന്ന് അസ്റിന് മുതൽ വുദൂ എടുത്തിട്ട് ഇന്ന് മുതൽ പതിവാക്കേണ്ട ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കാണിച്ചു തരുന്നത്. 2 കൈയും ഒന്ന് ഉയർത്തി പിടിച്ച് ചൊല്ലുക. 2 കൈ ഒന്ന് ഉയർത്തി പിടിച്ചാണി, 2 കൈ ഒന്ന് ഉയർത്തിങ്ങളെ പൊക്കി ചൊല്ലിക്കൊള്ളി. ആ പേന തൽക്കാലം പടവക്കി എടുത്ത് കഴിഞ്ഞിട്ട് ചെയ്താ ആ പേന പടവക്കി. നിങ്ങളോ ആ പേനോട് വെക്കാൻ വന്ന ഒത്തുട്ടുന്നുണ്ട്. പേനോടൊക്കി 2 കൈ ഒന്ന് ചൊല്ലി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസല്ലം. 2 കൈയിലൂതി മുഖം തടവുക. അതിന്റെ അർത്ഥം ഒന്ന് ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിക്കണേ. എത്രത്തോളം വലിയ മഹത്വമുള്ള ദിക്റാണെന്നറിയോ ഈ ദിക്ർ? ഒരാൾ വുദൂഹിന് ശേഷം ചൊല്ലിയാൽ നോമ്പുകാരാ, നമ്മൾ ചൊല്ലിയാൽ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ. അല്ലാഹുവേ, തൗബ ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. അതിന്റെ അർത്ഥമാ പറയാൻ പോകുന്നത്. വജഅൽനി മിനൽ മുതതഹിരീൻ. ഹൃദയത്തിന്റെ പുറവും ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാഹ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക. നിന്നെ ഞങ്ങൾ പരിശുദ്ധിയാക്കുകയാണ്, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ്, നിനക്ക് വേണ്ടി ഞങ്ങൾ ശുക്ർ പറയുകയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലാ അൻത. നീയല്ലാതെ വേറെ ഒരു ദൈവമില്ല, നീയല്ലാതെ വേറെ റബ്ബില്ല, നീയല്ലാതെ വേറെ പടച്ചവനില്ല. അസ്തഗ്ഫിറുക. നിന്നോട് ഞങ്ങളെ മാപ്പ് ചോദിക്കുകയാണ്. വഅതൂബു ഇലൈക. നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ ദുആ ഒരാളെ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഇനി പേനയെടുത്ത് എഴുതി വെച്ചോളൂ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഫുതിഹത് ലഹു അബ്വാബുൽ ജന്ന. ഫുതിഹത് ലഹു അബ്വാബുൽ ജന്ന.
സ്വർഗത്തിന് 8 കവാടങ്ങളുള്ള സ്വഹാബ, സ്വർഗത്തിന് അതിമനോഹരമായ 8 കവാടങ്ങളുള്ള സ്വഹാബ. ആ 8 കവാടങ്ങളിൽ നിന്ന് അവന് ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം നൽകുമെന്ന് തോഹ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെയോ കടന്നു പോവാൻ, നീ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ കടന്നു പോവാൻ അല്ലാഹു നമ്മുടെ മുന്നിൽ ഒരു ദിക്ർ കാണിച്ചു തരികയാ. അത് ചൊല്ലാൻ പലർക്കും സമയമില്ലല്ലോ, അത് ചൊല്ലാൻ പലർക്കും ടൈമില്ലല്ലോ. വുളുവെടുത്തിട്ട് ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് 1 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് വേണ്ട, 1 മിനിറ്റിന്റെ ഉള്ളിൽ നമുക്കത് ചൊല്ലി തീർക്കാം. എന്നിട്ട് നമ്മൾ പറയും, ഇത് ഉസ്താദേ 4ാം ക്ലാസ്സിൽ പഠിച്ചതാ, ഇത് 5ാം ക്ലാസ്സിൽ പഠിച്ചതാ, ഇത് 6ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, ഇത് ഒരുപാട് തവണ ചെറുപ്പത്തിൽ പഠിച്ചതല്ലേ. പക്ഷേ ജീവിതത്തിൽ അത് കൊണ്ട് നടക്കാറുണ്ടോ എന്ന് ഞാൻ എൻ്റെ ശരീരത്തോടാ ചോദിക്കുന്നത്, നിങ്ങളോടല്ല. നിങ്ങളത് പതിവാക്കുന്നവനാണ്, എനിക്ക് പതിവാക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്. ഉമ്മമാരെ, ജീവിതത്തിൽ അത് പതിവാക്കണം കേട്ടോ. ചെറുപ്പക്കാരാ, ജീവിതത്തിൽ അത് പതിവാക്കണം കേട്ടോ. ഒരാളും തടയൂല മോനെ, ഒരാളും തടയൂല മോളെ, ഒരാളും തടയൂല ബാപ്പ, ഒരാളും തടയൂല ചെറുപ്പക്കാരാ. ഈ ദിക്ർ നിങ്ങളെ ജീവിതത്തിൽ മരണം വരെ വുളൂഹിന് ശേഷം അങ്ങ് പതിവാക്കിയാ ഒരാളും നിങ്ങളെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ തടുക്കാൻ ചങ്കൂറ്റം കാണിക്കൂല ചെറുപ്പക്കാരാ. ഒരാൾക്കും നിങ്ങളെ തടുക്കാൻ ധൈര്യം വരൂല പെങ്ങളെ, ഒരാൾക്കും നിങ്ങളെ തടുക്കാൻ മനസ്സ് വരൂല പെങ്ങളെ. അല്ലാഹുവിന്റെ മാലാഖമാരെ കാവൽ നിൽക്കുന്ന സ്വർഗമാ. ആ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ ആൺകുട്ടികളെ പോലെ ധൈര്യത്തോടെ സ്വർഗത്തിലേക്ക് ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ കടന്നു പോകണമെങ്കിൽ ഓരോ അറിവിന്നിലാവിന്റെ കുടുംബങ്ങളും ഇത് പതിവാക്കാൻ ശ്രദ്ധിക്കണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ചൊല്ലിയതിന് ശേഷം ആരംഭ റസൂലുള്ള പറയുകയാണ്, ഒരു സൂറത്ത് കൂടി ഞാൻ പറഞ്ഞു തരട്ടെ സ്വഹാബാ, ഒരു സൂറത്ത് കൂടി ഞാൻ പറഞ്ഞു തരട്ടെ സ്വഹാബാ. വുളുവെടുത്തതിന് ശേഷം നിങ്ങൾ ആ സൂറത്ത് ഓതണേ. ആ സൂറത്ത് നിങ്ങൾ ഓതിയാൽ 3 തവണ ഓതണമെന്നാണ്, 3 തവണ ഓതണമെന്നാണ്. 1 തവണ നിങ്ങൾ ആ സൂറത്ത് ഓതിയാൽ, 2 തവണ നിങ്ങൾ ആ സൂറത്ത് ഓതിയാൽ, 3 തവണ സൂറത്ത് ഓതിയാൽ 3 പ്രതിഫലം അല്ലാഹു പറയുന്നുണ്ട്. 1 തവണ ഓതിയാൽ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം തരുന്നതാ. വമൻ ഖറഅ മറത്തൈനി, 2 തവണ ഒരാൾ ആ സൂറത്ത് ഓതിയാൽ കതബ ഫീ ദീവാനി ശുഹദാ, ശുഹദാക്കളെ പട്ടികയിൽ അല്ലാഹു നിങ്ങളെ പേര് എഴുതി ചേർക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വമൻ ഖറഅഹാ സലാസ, 3 തവണ ഒരാൾ ഓതിയാൽ ഹശറഹുല്ലാഹു മഅൽ അംബിയാ, പരലോകത്ത് നിങ്ങൾ വരുമ്പോ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നിങ്ങളുടെ പേര് എഴുതി ചേർക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ സൂറത്ത്? നോക്കിക്കോളി. മൻ ഖറഅ ഫി ആഖിരി വുദൂഇഹി ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അല്ലാഹുവേ, നമുക്കതിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ഇന്ന് മുതൽ അറിവിന്നിലാമിന്റെ കുടുംബങ്ങൾ ഇന്ന് മുതൽ വുളൂവെടുത്തതിന് ശേഷം ഖിബ്ലയിലേക്ക് മുന്നിട്ട് തന്നെ ദിക്ർ ചൊല്ലണം. നമ്മളെങ്ങനെ ചെല്ലാം? നമ്മളല്ല, ചില ആൾക്കാർ എങ്ങനെ ചെല്ലാം? വുളൂക്കെടുത്ത് തലയൊക്കെ തടവി, ചെവിയൊക്കെ തടവി, ചിലൊക്കെ തടവി പൈപ്പ് പൂട്ടുമ്പോ തന്നെ തുടങ്ങും. പൈപ്പ് പൂട്ടാണ്. പൈപ്പ് പൂട്ടുമ്പോ തന്നെ അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ വജഅൽനി മിൻ ഇബാദിക
ഇബാദ സ്വാലിഹീൻ തട്ടൊക്കെ ഇങ്ങനെ നേരെയാക്കുമ്പോൾ തന്നെ ദിക്ർ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ കൈ ഉയർത്താനോ അതിനൊന്നും ഇപ്പൊ സമയമല്ല. സമയം ഉണ്ടാക്കി ചെയ്യണം. സമയം ഉണ്ടാക്കി നമ്മളിപ്പോ എന്താ ചെയ്യാം? സമയം ഉണ്ടായിട്ട് ഇപ്പൊ ഒന്നും ചെയ്യൂല. ഭാര്യന്റെ കൂടെ സംസാരിക്കാൻ സമയം കണ്ടെത്തണം. ഭർത്താവിന്റെ കൂടെ സംസാരിക്കാൻ സമയം കണ്ടെത്തണം. 24 മണിക്കൂർ ഇങ്ങനെ എന്നിട്ട് പറയും എന്നിട്ടോ അത് ശരി എന്താ പറഞ്ഞേ അത് ശരിയാ എന്നിട്ട് അങ്ങനെയല്ലേ ഫോൺ ഉണ്ടാവും കയ്യിൽ 24 മണിക്കൂർ. സമയം കണ്ടെത്തണം എല്ലാത്തിനും. ഇത് ചെയ്യണമെങ്കിൽ സമയം കണ്ടെത്തണം. 1 മിനിറ്റ് മതി. 1 മിനിറ്റും വേണ്ട ഇതിന്. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് എന്ത് ചെയ്യണം? ആ 2 കൈ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് ചെയ്യണം. ആ 2 കൈ ഇങ്ങനെ ഉയർത്തി പിടിക്കുക. അപ്പോഴല്ലേ അതിന്റെ കൂലിയിട്ടുള്ളൂ. എന്നിട്ട് പൈപ്പും പൂട്ടിയാണ്ട് അള്ളാനോട് ചോദിക്കണം, പടച്ചോനെ എന്നെ ഷഹീദാക്കണേ, എന്നെ ശുഹദാക്കളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. പൈപ്പ് പൂട്ടിയിട്ടേ അങ്ങനെയല്ല, ആ പൈപ്പൊക്കെ ഒന്ന് പൂട്ടിയിട്ട് നല്ല റായത്തിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തല്ല, പറയുന്നതിൽ കാര്യം ഉണ്ടോന്നില്ല നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ അങ്ങനെയാണോ നമ്മൾ അങ്ങനെയാണോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ അങ്ങനെയാണോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇപ്പൊ ഞാൻ വുളൂവിനെ കുറിച്ചിട്ട് ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നിങ്ങൾ വിചാരിച്ചു ഞാൻ നിങ്ങളെ പോലെ പഠിച്ചോണ്ടിരിക്കുകയാണ്, ഞാൻ പഠിക്കുന്ന കാര്യമാണല്ലോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിലുണ്ട് എന്ത് പ്രസംഗിക്കാൻ സമയക്കുന്ന പ്രസംഗത്തിന്റെ സമയത്ത് വുളൂവിലായിട്ട് പ്രസംഗിക്കണം. അപ്പൊ ഞാൻ ഉറപ്പിച്ചു, പടച്ച റബ്ബേ ഇനി എല്ലാ സദസ്സിലും ഇൻഷാ അല്ലാഹ് പ്രഭാഷണത്തിനും മജ്‌ലിസിലും വരുമ്പോൾ അല്ലെങ്കിലും വുളൂ ഉണ്ടാകലുണ്ട്. ഓഫീസിൽ പോകുമ്പോൾ എപ്പോഴും വുളൂ ഉണ്ടാകലും. വുളൂ എപ്പോഴും പതിവാക്കണം. ശൈഖുനാ സുൽത്താനും അല്ലാഹു ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഉസ്താദ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ എപ്പോഴും വുളൂയിലായിക്കട്ടോ, എപ്പോഴും വുളൂയിലായിക്കട്ടോ. അന്ന് ഉസ്താദ് പറഞ്ഞൊരു കാര്യമാണ്, കുറേ മുമ്പ് അറിഞ്ഞില്ല തുടങ്ങിയ ടൈമിൽ ശൈഖുന പറഞ്ഞതിന്റെ കാര്യം. വുളൂയിലാണ് പല എതിർപ്പുണ്ടാവും, പല ഷെറുണ്ടാവും, പല ബുദ്ധിമുട്ടുണ്ടാവും. സ്വന്തത്തുനിന്നും മറ്റൊരുത്തും ഒക്കെ പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടാവും. പക്ഷെ വുളൂയിലായിട്ട് നിന്നാൽ അൽഹംദുലില്ലാഹ് ഒരു കുട്ടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വുളൂ ഉണ്ടാവണം. കണ്ണീർ തട്ടൂല, സിഹ്ർ തട്ടൂല, ഒരുവിധം തട്ടാതൊക്കെ തട്ടിപ്പോയിക്കൊള്ളും. കാരണം വുളൂ ഉണ്ടായാൽ എല്ലാത്തിന്റെ രക്ഷയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വുളൂവിന്റെ ശ്രേഷ്ഠത എത്ര! അപ്പൊ ഇന്ന് കിടന്നുറങ്ങുമ്പോ നമ്മളിപ്പോൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ, ഉറക്കം നിൽക്കാണ്. ഉറങ്ങുമ്പല്ല ദിക്ർ വേറെണ്ട്. ഇതിപ്പോ ഉറങ്ങാൻ നിൽക്കണുള്ളൂ. ആർക്കൊണ്ട് ശുദ്ധി അവരെ റബ്ബിന് സ്നേഹമാ എന്നുള്ളതോ ഖുർആൻ ശരീഫിൽ വ്യക്തമാ. ശ്രദ്ധിക്കണം, എഴുതി വെക്കണം. ഓർക്കരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് എല്ലാരും ഒന്ന് എഴുന്നേറ്റ് ഇരുന്നാണി. കുറെ നേരായില്ലേ? ഒന്ന് എഴുന്നേറ്റ് ഒന്ന് അവിടെ തന്നെ ഇരുന്നാണ് എല്ലാവരും. ഞാനും എഴുന്നേക്കാം, പ്രശ്നമാക്കണ്ട. മൂലര് ഇങ്ങനെ ഇരുന്നാണ്ട് നമ്മളെ എണീപ്പിക്കും വേണ്ട. ഞാൻ അത് എഴുന്നേക്കാം. ഒന്ന് എഴുന്നേറ്റ് പോലെ കേട്ടോ. ഇനി ഇരുന്നോളി. എഴുന്നേറ്റോ അതോ എന്നെ പൊട്ടീസാക്കണോ? ഒന്ന് എഴുന്നേറ്റിരിക്കും. ഒന്ന് റാഹത്തുണ്ടാവും. ഒന്ന് റാഹത്തുണ്ടാവും. ആ ഉറക്കൊക്കെ ഒന്ന് പോയി കിട്ടിക്കോളും. ഒന്ന് എഴുന്നേറ്റ് ഓടല്ലേ, എന്നിട്ട് ഇരുന്നാ മതി. ഇനി ഇരുന്നോളി. അല്ലാഹു അലം എണീറ്റിക്കണോന്നൊക്കെ ആയിക്കോട്ടെ. നമ്മള് എഴുന്നേക്കാന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാഹു അലം. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് പിന്നെ ഒറ്റട്ടം പറഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരാണ്. സമയം കുറവാ. ശ്രദ്ധിക്കണേ, ഉസ്താദ് ഓരോ പോയിന്റ് ഇങ്ങനെ പറഞ്ഞു പോകണം. വുളൂ എടുത്താലേ ശ്രേഷ്ഠത ഓരോ പോയിന്റ് ഇങ്ങനെ പറഞ്ഞു പോകണം കേട്ടോ. ആർക്കുണ്ട് ശുദ്ധിയും അവരെ റബ്ബിന് സ്നേഹമാ എന്നുള്ളതോ ഖുർആൻ ശരീഫിൽ വ്യക്തമാ. എപ്പോഴും ശുദ്ധിയോടെ നടക്കണം. അത് വുളൂവിന്റെ വിഷയത്തിൽ നിന്ന് മാത്രമല്ല, നല്ല കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ധരിക്കണം. എപ്പോഴും ഫ്രഷ് ആയിട്ട് പോകണം. എപ്പോഴും നല്ല ഡ്രസ്സ് ധരിക്കുക, നല്ല വസ്ത്രം ധരിക്കുക. എങ്ങോട്ടെയും കല്യാണത്തിന് പോകുമ്പോൾ മാത്രം മാറ്റുക, അല്ലെങ്കിൽ സൽക്കാരത്തിന് പോകുമ്പോൾ, നോമ്പുറക്ക് പോകുമ്പോൾ മാത്രം. അങ്ങനെയാണ്. പുറത്തേക്ക് പോകുമ്പോൾ മാത്രം. വീട്ടിലൊക്കെ നല്ല ക്ലീൻ ആയിട്ട് നടക്കണം. എപ്പോഴും നമ്മൾ നല്ല ശുദ്ധിയായിട്ട്. അള്ള തന്നതല്ലേ, പിന്നെന്താ? നല്ല വസ്ത്രം ധരിച്ച്, നല്ല ചെരുപ്പ് ധരിച്ച്. ബാത്റൂമിലൊക്കെ പോകുമ്പോൾ പടച്ചോൻ അത് പറയാതിരിക്കാൻ നല്ലത്. ബാത്റൂമിൽ പോകുമ്പോൾ മര്യാദ ഉണ്ട് പറയുമ്പോ പറയാം. ബാത്റൂമത്തെ ചെരുപ്പ് നല്ല ചെരുപ്പാണോ? ഇതിങ്ങനെ ആകാശത്തേക്ക് മാസം കണ്ടോക്കാൻ വേണ്ടി ടെലസ്കോപ്പ് വെച്ച് നോക്കും പോലെ ചെരുപ്പിന്റെ സൈഡിലുണ്ടാവും. എല്ലാ ചെരുപ്പിന്റെയും സൈഡില് അത്
ചിലപ്പോ ഞാൻ ആദ്യം വിചാരിച്ചത് ബാത്റൂമിലെ ചെരുപ്പിന്റെ ഒരു പ്രത്യേകതയാണാവോ? എല്ലാ ചെരുപ്പിന്റെ സൈഡിലുണ്ടാവും ഒരു ഓട്ട, ആ ബാക്കില് അവിടെ അച്ചവൻ അങ്ങനെ ആവരുത് കേട്ടോ. ചിലപ്പോൾ വിചാരിച്ചത് ബാത്റൂമിലെ സ്പെഷ്യൽ ചെരുപ്പറ്റിയാണാവോ? അതൊക്കെ മാറ്റണം, എല്ലാം മാറ്റണം, എല്ലാം ക്ലിയർ ആക്കണം, അതൊക്കെ നന്നാക്കണം. അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ശുദ്ധി ഉണ്ടാവണം. ശുദ്ധിയുള്ള വീട് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതല്ലേ ഈ പറയണത്, ആർക്കൊണ്ട് ശുദ്ധിയും അവരെ റബ്ബിന് സ്നേഹമാ എന്നുള്ളതും ഖുർആൻ ശരീഫിൽ വ്യക്തമാ. ഖുർആൻ അത് വ്യക്തമായി പറയുന്നുണ്ട്. എന്നിട്ടോ നിനക്കെപ്പോഴും വുളു ഉണ്ട് എങ്കിൽ റിസ്കിലും ലഭിക്കും വിശാലത എന്നുവെന്നു ഹദീസിലോ. എപ്പോഴും വുളു എടുക്കുന്ന ആളാണോ നിങ്ങളെ റിസ്കിൽ അല്ലാഹ് ബറക്കത്ത് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കേൾക്കുന്നുണ്ടോ? എഴുതി വെക്കണോ? കേൾക്കുന്നുണ്ടോ? എഴുതി വെക്കണം മോമിനെ. എപ്പോഴും വുളു എടുക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? വുളു പോയാൽ അപ്പൊ നമ്മൾ പറയില്ല ഉസ്താദേ, ഓനെങ്ങാനും ഒരു വുളു ഉണ്ടാക്കാൻ പോയാൽ ടാങ്കിത്തെ മുഴുവൻ വെള്ളം ഒറ്റ വുളുക്ക് വേണം. വസ്വാസ് ഒറ്റ വുളുക്ക് വേണം. ഒറ്റ വുളു എടുക്കാൻ ഒരു ടാങ്ക് വെള്ളം വേണം. ഓരോ വസ്വാസ് മാറാൻ നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. വസ്വാസ് മാറണോ? വസ്വാസ് മാറാൻ നല്ലൊരു മാർഗം ഇൻഷാ അല്ലാഹ് നല്ലൊരു മാർഗം പറഞ്ഞുതരാം. വസ്വാസ് മാറാൻ കേട്ടോ. വസ്വാസ് ഒഴിവാക്കണം. എന്നിട്ടോ റിസ്കിൽ വിശാലത ഉണ്ടാകും, റിസ്കിലെ ബറക്കത്തുണ്ടാകും. വുളു പതിവാക്കുന്നവരാരാ അവരുടെ റിസ്കിൽ വലിയ ബറക്കത്തുണ്ടാകുമെന്നാണ്. പിന്നെയോ പ്രതിബദ്ധവും ഇത് കൊണ്ട് നീങ്ങും എന്നാ ഹഫളത്തിനും അത് നഷ്ടമായി വരുന്നെന്നാ. കാവൽക്കാരായ ഹിഫ്ളിന്റെ മലക്കുകൾ എപ്പോഴും നിങ്ങളെ കൂടെയുണ്ടാകും. പതിവാക്കുന്നവർക്ക് എപ്പോഴും 2 മലക്കുകളുടെ കാവലുണ്ടാകും. എഴുതി വെക്കണം, ജീവിതത്തിൽ പകർത്തണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓരോ പോയിന്റുകളാക്കി വാട്സപ്പിൽ അയച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക്. റമളാൻ ദിനാവിലെ അറിവുകൾ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തൗഫീഖ് തരട്ടെ. വുളു എടുക്കുന്നവർക്ക് എപ്പോഴും കാവലിന് 2 മലക്കുകൾ ഉണ്ടാകും. കാരണം വുളു ഉണ്ടോ ആ മലക്കുകൾ ഉണ്ടാകും. മഹാനായ തൈബ ഉസ്താദ് പറയാണ്, നീയെന്തിനു എടുക്കുന്നു എന്ന് ഓർക്കേണ്ടതാ. അതിരാജ സദസ്സിൽ പോകണം എന്നുള്ളതാ. പെങ്ങളെ, നിസ്കാരത്തിന് വുളു എടുക്കുന്ന സമയത്ത് നല്ല ഓർമ്മ വേണമല്ല. അത് കാട്ടിക്കൂട്ടലാവാൻ പാടില്ല. ഞാൻ എന്തിനാണ് വുളു എടുക്കുന്നത്? സുബ്ഹ് നിസ്കരിക്കാൻ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനാ ഞാൻ പോകുന്നത്. അസർ നിസ്കരിക്കാൻ അല്ലാഹുവിന്റെ മുമ്പിലേക്കാ ഞാൻ പോകുന്നത്. സുജൂദ് ചെയ്യാൻ വേണ്ടി, നിസ്കാരത്തിന് വേണ്ടിയാ ഞാൻ വുളു എടുക്കുന്നത്. ആ ഒരു ഓർമ്മയോടുകൂടെ നീ വുളു എടുക്കണം ചെറുപ്പക്കാരാ. അങ്ങനെ വുളു എടുക്കുന്ന സമയത്ത് അതുകൊണ്ട് നിസ്കാരത്തിനു വരുമെന്നാ. വുളുഇൽനക്ക് ഹുദൂർ വേണ്ടത് തന്നെ, അതുകൊണ്ട് നിസ്കാരത്തിനു വരുമെന്നാ. വുളു എടുക്കുമ്പോ ആർക്കൊക്കെ ഇഖ്ലാസ് ഉണ്ടോ അവർക്ക് നിസ്കാരത്തിലും ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഇഖ്ലാസ് നൽകുമെന്നാണ്. വുളു എടുക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ അകത്ത് ഞാൻ വുളു എടുക്കുകയാണ് എന്ന ചിന്തയോടെ ഇഖ്ലാസോടെ വുളു എടുക്കുന്നവരാരാ? അങ്ങനെ വുളു എടുക്കുന്ന ആളുകൾക്ക് നിസ്കാരത്തിൽ ഭക്തി കൂടുമെന്ന് തൈബ ഉസ്താദ്. അപ്പൊ നിസ്കാരത്തിൽ ഭക്തി കൂടാൻ ഒരു കാരണം, നിസ്കാരത്തിൽ ഭക്തി കൂടാൻ നല്ലൊരു ഐഡിയ എന്താ? വുളു എടുക്കുമ്പോ ഇഖ്ലാസോടെ വുളു എടുക്കുക. പിന്നെ അസറിന് നിങ്ങൾ അങ്ങനെ വുളു എടുത്തു നോക്കി. എങ്ങനെ? നമ്മളിങ്ങനെ കരുതാണ്, മുൻകൈ കരുതി ദിക്ർ ഇങ്ങനെ ചൊല്ലി കിബിലയിലേക്ക് മുന്നിട്ട് കൈയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ, പടച്ചോനെ ഈ കയ്യിന്റെ ദോഷമൊക്കെ പൊറുക്കാണല്ലോ, വായന്റെ ദോഷമൊക്കെ പൊറുക്കാണല്ലോ, മുഖത്തിന്റെ, കയ്യിന്റെ, തലയിലെ, ചെവിയുടെ, കാലിന്റെ ദോഷമൊക്കെ പൊറുക്കാണല്ലോ. ആ നല്ല നീയത്തോടു കൂടി ഇങ്ങളെങ്ങാനും വുളു എടുത്തു നോക്കി. അങ്ങനെ വുളു എടുത്തു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളി നിസ്കാരത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഇഖ്ലാസ് ലഭിക്കുമെന്ന് മഹാനവറുകൾ പറയാണ്. എഴുതി വെക്കണം കേട്ടോ. അല്ലാഹു ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നോക്കിയോളി, വുളുഇൽ ഹുളൂറില്ലാതെ വന്നത് കൊണ്ട് നിസ്കാരത്തിൽ വസ്വാസ് വരുമെന്നുണ്ട്.
വുളൂവെടുക്കുമ്പോ ഹുദൂരിയത്തില്ല, അഥവാ വുളൂവെടുക്കുമ്പോ ഹൃദയ സാന്നിധ്യമില്ലാതെ വുളൂവെടുത്ത് കഴിഞ്ഞാൽ ഞാൻ വുളൂവെടുക്കുകയാണ് എന്ന ചിന്തയില്ല, അങ്ങനെ കൈയിട്ട് ഇങ്ങനെയുണ്ട്, വെള്ളം ഇങ്ങനെ സുറോർന്ന് പോണുണ്ട്, നല്ലോണം ഒന്ന് പോകുമ്പോ കണ്ടാട്ടുണ്ട് അവിടെ കാക്ക കയറിയുമ്പോ കാക്കന്റെ മുഖത്തൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്, അവിടുന്ന് ഒരാൾ വിളിച്ചുമ്പോ ഇവിടെ വരാ അങ്ങനെ പറയണ്ട, അങ്ങനെ വുളൂ എടുക്കല്ല. അങ്ങനെ വുളൂ എടുത്തു കഴിഞ്ഞാൽ വസ്വാസ് കൂടും. ഇതങ്ങനെയല്ല, വുളൂ എടുക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ വുളൂ എടുത്ത് ഇഖ്ലാസോടെ വുളൂ എടുത്ത് കഴിഞ്ഞാൽ അവർക്ക് നിസ്കാരത്തിൽ അവർക്ക് വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാനൊരു കാരണമാണ്. അതുകൊണ്ട് വസ്വാസിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാരാ? വസ്വാസിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാരാണ്? അവര് വുളൂ എടുക്കുമ്പോ ഹൃദയ സാന്നിധ്യം കൊണ്ട് വുളൂ എടുക്കണമെന്നാണ്. ഒരു മുഅ്മിനായ മനുഷ്യനായുധമാണിത്, അപ്പോൾ തവാമാക്കുന്നത് ഏറ്റവും നല്ലത്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആയുധമാണ് വുളൂ. ഒരു മുഅ്മിനായ വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ആയുധമാണ് വുളൂ. എപ്പോഴും നമ്മളെ കയ്യിൽ ആയുധം വേണം. കാട്ടുകൂടെ പോകുമ്പോ മൃഗങ്ങൾ നല്ലോണമുള്ള സ്ഥലത്തൂടെ പോവാണ്, നമ്മൾ ഒന്നുമില്ലാതെ അങ്ങനെ നടന്നു പോകാൻ പറ്റുമോ? ഒന്നുമില്ലാതെ പോകാൻ പറ്റൂലല്ലോ. ആക്രമിക്കുന്ന നായകളോ ആക്രമിക്കുന്ന ജീവികളോ ഉള്ള സ്ഥലത്ത് കൂടെ പോകുമ്പോ അതിന് പ്രൊട്ടക്ഷൻ വേണ്ടേ? അല്ലേ? അതിന് പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കാണ്, വൈഫറും ആണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്ന വൈഫറും ആണല്ലോ, വൈഫർ ഉണ്ട്. അപ്പൊ നമ്മളെല്ലാം വണ്ടിയൊക്കെ എടുത്ത് നല്ല പച്ചീറൊക്കെ എടുത്ത് ഇങ്ങനെ പോവുകയാണ്, പക്ഷെ വൈഫർ ഇല്ല. ബുദ്ധിമുട്ടല്ലേ? മഴ പെയ്യുമ്പോ അതിനെ തടസ്സം ചെയ്യാൻ, ആ വെള്ളം മാറ്റാൻ വേണ്ടിയിട്ട്, വെള്ളം നീക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകരുതൽ വേണ്ടേ? അപ്പൊ എപ്പോഴും ഒരു വിശ്വാസിയുടെ കയ്യിൽ ഒരു ആയുധം വേണം. ആ ആയുധം ഏതാ? ഈ നാളെ ഇമ്മ പ്രശ്നമാക്കാൻ നിൽക്കണ്ട, ആയുധമാണെന്ന് പറഞ്ഞാണ്ട്. ഏതായുധം ഞാൻ പറഞ്ഞ? കത്തിയല്ല, കടാരയല്ല, തോക്കല്ല, കമ്പിപ്പാരല്ല, പിന്നെ വേറെ സാധനം ഉണ്ടല്ലോ. എന്താ പേരുണ്ടല്ലോ, ഞാൻ മറന്നു പഠിച്ചാ. എന്താ അതിന്റെ പേരുണ്ടല്ലോ, നിങ്ങൾ പറയുന്നല്ലോ. നിങ്ങൾ ന്യൂസ് ഒന്നും കേൾക്കലില്ലേ? അതേറ്റും ഇങ്ങനെ മറന്നുപോയി. ചുറ്റിക നെഞ്ചക്ക് ആയിക്കോട്ടെ, ചുറ്റിക നെഞ്ചക്ക് അതൊന്നും കൊണ്ടെടുക്കലല്ല. ആയുധം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസിയുടെ ആയുധം അത് പ്രാർത്ഥന. വിശ്വാസിയുടെ ആയുധം പിന്നെതാ വുദുവാണ്. നെഞ്ചക്ക് ഓർമ്മ ഉണ്ട് അല്ലേ? വുദു ഉണ്ടാകുക. 10,000 നെഞ്ചക്കിനേക്കാളും നിങ്ങൾക്ക് നിങ്ങളെ ഹൃദയം കൊണ്ട്, നിങ്ങളെ ഈമാന കൊണ്ട്, ശക്തി കൊണ്ട് തടുത്തെടുക്കാൻ പറ്റും. ഈമാനോടുകൂടി അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ടോ നിസ്കാരമെന്ന നമ്മളിൽ ഫർളായത് അതിനോട് കൂടെ തന്നെ ഫർളായി വന്നിത്. നിസ്കാരം ഫർളായ ഉടനെ തന്നെയാണ് വുദൂഉം ഫർളായത്. ശ്രദ്ധിക്കണം കേട്ടോ. ഉസ്താദ് ഓരോ വുദൂഇനെ കുറിച്ചിട്ടുള്ള അറിവുകൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്, അതിങ്ങനെ പറഞ്ഞു പോവാണ്. അത് എഴുതി വെക്കണം, പഠിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോരോ നിസ്കാരത്തിനും വുദൂ വേണ്ടതാ. ആദ്യത്തെ നിയമം ഇതായിരുന്നതാ. പിന്നീട് ഖന്തക്കിൽ വെച്ച് ക്യാൻസൽ ചെയ്തത് മുറിഞ്ഞാലെടുക്കണമെന്ന വിധിയിൽ നിന്നത്. ആദ്യം എങ്ങനെയായിരുന്നു നിയമം? ഓരോ നിസ്കാരത്തിനും ഒരു വുദൂ വേണമെന്നാണ്. സുബൈക്ക് വുദൂ വേണം. ഇനി സുബൈക്ക് ഒരാൾ വുദൂ മുറിഞ്ഞില്ല, നാളെ ളുഹറിന് വേറെ വുദൂ എടുക്കണം. ആദ്യം നിയമം അങ്ങനെയാണ്. പിന്നെയോ ഖന്തക്ക് യുദ്ധവേളയിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സ്വഹാബാ വുദൂ ഇല്ലാത്തവര് മാത്രം പുതുക്കിയെടുത്താൽ മതി സ്വഹാബാ. ചില ആളുകളുണ്ട് സുബൈക്ക് വുദൂ എടുത്താൽ ആ വുദൂ കൊണ്ട് തന്നെ ളുഹറും അസ്റും മഗ്‌രിബ് ഇശാക്ക് നിസ്കരിക്കും. കാരണം എന്താ? ഓൽക്ക് മൂത്രമൊഴിക്കാൻ ഉണ്ടാവില്ല, ഓൽക്ക് മുന്നു മുറിയാൻ ഉണ്ടാവില്ല. എന്നാലും ഓരോ നിസ്കാരത്തിനും വുദൂ ഉണ്ടെങ്കിലും വുദൂ പുതുക്കൽ സുന്നത്താണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ളുഹറിന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് ലുഹറിനെടുത്ത വുദൂ എടുത്തിട്ട് നിങ്ങൾ മജ്‌ലിസിലിരിക്കണം. മജ്‌ലിസിലിരിക്കുമ്പോൾ വുദൂ വേണം, നിർബന്ധമല്ല, സുന്നത്താ. അങ്ങോട്ട് എത്തുന്നുണ്ട്, അങ്ങോട്ട് വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രദ്ധിച്ചോളി.
ഓരോരോ ഫർള് നമസ്കരിക്കും അവസരം തജ്ദീദ് സുന്നത്തുണ്ട് ഗുണവും പലതരം. ഓരോ ഫർള് നിസ്കരിക്കുമ്പോ തജ്ദീദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വുളൂഇനെങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. ഇനി നല്ലൊരു ചരിത്രമാണ് പറയുന്നത്, ശ്രദ്ധിക്കണം കേട്ടോ. നബി ഹളറത്തിൽ ജിബ്രീൽ വന്നൊരു ദിവസമിൽ ഒരു കട്ടിലും കൂടുണ്ട് വച്ചത് ഭൂമിയിൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരികയാ. ഒരു കട്ടിലിന്റെ കൂട് ഭൂമിയിലേക്ക് കൊണ്ടുവരികയാ. അത് സ്വർണമാണ്, 4 കാലും വെള്ളിയാ. അത് സ്വർണമാണ്, 4 വെള്ളിയാ. യാഖൂത്ത് ലുഅ്ലുഅ് മുത്തി 4 മോടിയാ. 4 സ്വർണത്തിന്റെ കാലുകളെ കൊണ്ടുണ്ടാക്കിയ ഒരു മനോഹരമായ തളിക അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഇസ്തബറക്കും സുന്ദുസും അതിൽ വിരിച്ചിട്ടതാ. ബദ്ആയിലാണ് സംഭവം എന്നുള്ളതാ. അതിന്മ സ്വർണത്തിന്റെ പട്ടുകളുണ്ട്, നേർമ പട്ടുകളുണ്ട്. മക്കയിൽ മുത്തുനബി നിൽക്കുമ്പോഴാണ് ഈ സംഭവം. ജിബ്രീലു മാത്രമല്ല 70,000 അംലാക്ക് വേറെയുമുണ്ടതെന്ത പരിസരം. ജിബ്രീൽ മാത്രമല്ല 70,000 അംലാക്കുകൾ, 70,000 മലക്കുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കിലേക്ക് വരികയാ. നബിക്കസ്സലാം പറഞ്ഞിട്ട് ജിബ്രീലം നബിയെ പിടിച്ച് ശരീരത്തിൽ ഇരുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറഞ്ഞിട്ട് ജിബ്രീൽ വരികയാണ്. എന്നിട്ട് അതാ ആ കൊണ്ടുവന്ന സ്വർണത്തിന്റെ കട്ടിലില്ലേ, ആ മനോഹരമായ വെള്ളിയുടെ കാലുകളെ കൊണ്ടുണ്ടാക്കിയ മനോഹരമായ ആ കട്ടിലിൽ മുത്തുനബിയെ ഇരുത്തുകയാ. എന്നിട്ടോ ജിബ്രീൽ അടിച്ചു ജനാഹു കൊണ്ടുടൻ ഭൂമിയിൽ. അത് പൊട്ടി വെള്ളം പൊങ്ങി വന്ന മാത്രയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ചിറക് കൊണ്ട് ഭൂമിയിൽ അങ്ങ് അടിക്കുകയാ. അടിക്കുന്ന സമയത്ത് വെള്ളമതാ ഉയർന്നു വരുന്നു. പിന്നീട് ജിബ്രീൽ വുളൂവെടുത്തതിൽ നിന്ന് 3 വട്ട അവയവം കഴുകുന്നു. ആ വെള്ളത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വുളൂവെടുക്കുകയാ. ആ വെള്ളത്തിൽ നിന്ന് ജിബ്രീൽ വുളൂവെടുക്കുകയാണ്. എത്ര വട്ടം കഴുകി? 3 വട്ടം. 3 വട്ടം തന്നെ വെള്ളം വായിൽ കൊടുക്കുന്നതായി ജിബ്രീൽ. പിന്നത് മൂക്കിലോ, 3 വട്ടം വായയിലും 3 വട്ടം മൂക്കിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളമാക്കുകയാണ്. ജിബ്രീലിനെ അങ്ങനെ ഉതിർത്തത്. ഇതൊന്നും നമ്മളെ വക കടത്തി കൂട്ടിയതാന്ന് പറയണ്ട, ജിബ്രീലിനെ അങ്ങനെയാണ് ഉതിർത്തത്. പക്ഷെ നോമ്പുകാരൻ വായയിലും മൂക്കിലും വെള്ളമാക്കുമ്പോ ശ്രദ്ധിക്കണം. എന്ത്? മൂക്കിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറരുത്. നാളെ ഒരാളോട് ചോദിക്കാണ്, നോമ്പ് പറ്റണോ? അല്ല എങ്ങനെയുണ്ട് നോമ്പൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല മാനെ, അങ്ങനെ പോണുണ്ട്. ചൂട് തന്നെയാണ്. പിന്നെ വെച്ചാല് ഒതുല്ലോണ്ട് അങ്ങനെ കഴിച്ചിലായി പോണ. അപ്പൊ ഒതു എടുക്കുമ്പോ വായിലും മൂക്കിലും അടിച്ച് കയറ്റാണേ. വായിലും മൂക്കിലും അടിച്ച് ഒതുല്ലോണ്ട് അങ്ങനെ കഴിച്ചിലായി പോണ്. നല്ല കഴിച്ചിലാവില്ല. അവസാനം ഒതു കൊടുത്ത വെള്ളത്തിൽ നിന്ന് കുറച്ച് കുടിച്ചൊരു സുന്നത്തുണ്ട്. അപ്പൊ ആ സുന്നത്ത് കൂടി റമളാനിലേ ഒതുല്ലോണ്ട് ഇങ്ങനെ കഴിച്ചിലായി പോകുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. അത് റമളാനിൽ എടുക്കാൻ നിൽക്കണ്ട, റമളാൻ അല്ലാത്ത സമയത്താണ്. റമളാനേ അല്ലാത്ത സമയത്താട്ടോ. എന്നിട്ടോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 3 വട്ടം മൂക്കിലും 3 വട്ടം വായിലും വുദൂഇന്റെ വെള്ളം കുപ്പിളിച്ച്, എഴുന്നേൽക്ക് നബിയെ, ചെയ്യണം ഇതുപോലെ, ഞാൻ ചെയ്ത രീതിയിൽ നിന്നിതും വഴി പോലെ. ഇത് കേട്ടു നബി അതുപോലുടൻ ചെയ്യുന്നതാ. അതിൽ പിന്നെ ജിബ്രീൽ തങ്ങളോടുണർത്തുന്നതാ, നബിയേ ഇതുപോലെ തന്നെ ചെയ്യണം റസൂലേ, ഞാൻ കാണിച്ചു തന്നതുപോലെ വുദൂഎടുക്കണം നബിയേ, ഞാൻ വെള്ളമെടുത്തതുപോലെ വെള്ളമെടുക്കണം റസൂലേ, ഞാൻ തുപ്പിയതുപോലെ തുപ്പണം റസൂലേ, ഞാൻ തടവിയതുപോലെ 3 വട്ടം തടവണം നബിയേ.
അപ്പൊ 3 വട്ടം തടവണം. ചില ആളുകളുണ്ട് തലയും ചെവിയൊക്കെ 1 വട്ടം തടവണ പറ്റൂല, 3 വട്ടം തടവണം. തല മുഴുവനായിട്ട് 3 വട്ടം തടവണം, ചെവി രണ്ടും 3 വട്ടം തടവണം. അല്ലാഹു നമുക്കതിൽ തൗഫീഖ് തരട്ടെ. ഇതുപോലെ ചെയ്തവനുള്ള ദോഷം സകലതും. ഇങ്ങനെ ഒരാൾ ചെയ്തു, ഫർള് ഇപ്പൊ ഒരു വട്ടം ചെയ്താൽ തന്നെ ഫർള് വീടില്ലേ, ഒരട്ടം മുഖം കഴുകിയാൽ തന്നെ എന്തായി ഫർള് വീടി. അങ്ങനെ നോമ്പിനും സുന്നത്തുണ്ടോ? ഇല്ലല്ല, അത് എടുക്കാൻ നിൽക്കല്ലേ കേട്ടോ, ഫത്വ എടുക്കാൻ നിൽക്കല്ലേ. അത് നോമ്പ് ഇല്ലാത്ത സമയത്താണ്. നിങ്ങൾ വേണ്ടാത്ത സംശയമൊക്കെ ചോദിക്കുള്ളൂ. നോമ്പിനും സുന്നത്തുണ്ടോ? വെള്ളം കുടിക്കല് അത് നോമ്പിന് സുന്നത്തുണ്ട് സംഗതി. നോമ്പല്ലാത്ത സമയത്ത് വുളു കൊടുത്ത വെള്ളം ബാക്കിയുള്ള വെള്ളത്തിൽ നിന്ന് കുറച്ച് കുടിക്കല്, അല്പം കുടിക്കല് എന്തുണ്ട്? സുന്നത്തുണ്ട്. കാരണം അത് ഔഷധാണ്, മരുന്നാണ്. മനസ്സിലായോ? നോമ്പിനല്ല, നോമ്പ് കഴിഞ്ഞിട്ട് എടുത്തോളി കേട്ടോ. നോമ്പ് കഴിഞ്ഞിട്ട് വേറൊരു സംശയം ചോദിച്ചാൽ അതെന്നെ ചോദിക്കാല്ലേ. അതും സംശയമാണല്ലോ. സംശയക്കാരം നോമ്പിൽ എടുക്കാൻ പറ്റുമെന്നില്ലേ? അത് സംശയക്കാരം. ഒരാൾക്ക് അറിയില്ലേക്കാരാൻ ഞമ്മക്കറിയാം, നമുക്ക് കിബിറണിച്ചിട്ട് കാര്യമുണ്ടോ? ഒരാൾക്ക് അറിയില്ല നോമ്പിനെടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. നോമ്പിനെടുക്കാൻ പറ്റൂല, അതിന്റെ അത്രേ ഉള്ളൂ. നോമ്പിനെടുക്കാൻ പറ്റൂല. നോമ്പ് കഴിഞ്ഞിട്ട് എടുത്തോളി കേട്ടോ. പക്ഷെ അതൊന്ന് നോക്കി ബാക്കി നിങ്ങൾ എഴുതി വെക്കണുണ്ടോ? നിങ്ങൾ വിഷയം പഠിക്കണുണ്ടോ? പഠിക്കാൻ വേണം, എഴുതി വെക്കാൻ വേണം കേട്ടോ. ഓർമ്മയിൽ ഉണ്ടാവണേ. നാളെ ചോദിക്കട്ടെ. നാളെ നല്ല ചോദ്യം ചോദിക്കണം, നാളെ ഇപ്പൊ പറ്റുള്ളൂ. നാളെ നല്ലോണം ചോദ്യം ചോദിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെന്താ ഇങ്ങനെ ഒരാൾ വുദു എടുത്തു കഴിഞ്ഞാൽ ഓർക്കുള്ള കൂലി എന്താ? ഇതുപോലെ ചെയ്തവനുള്ള ദോഷം സകലതും പൊറുക്കപ്പെടും, അകറ്റും. ജഹന്നം തന്നതും അവന്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാ. അവന്റെ പാപങ്ങളെല്ലാം അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. ഉറങ്ങുന്ന സമയം ശുദ്ധിയോ കത് സുന്ന, പകൽ നോമ്പ് ലൈലിൽ നിന്ന ഫലവോ തന്ന. ഇതിനെ ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ. സയ്യിദ് അബൂ മാലിക് റിവായത്തുള്ളതാ. ഇവിടെയാണ് നമ്മുടെ വിഷയം. നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ഇപ്പോൾ ഉറക്കം എത്തിയിട്ടുള്ളൂ. ഉറങ്ങണ സമയത്ത് വുദു എടുക്കണമെന്നാ നമ്മൾ പറഞ്ഞു വരുന്നത്. ആ വുദു എടുക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്തിട്ട് വുദു എടുക്കണമെന്നല്ലേ നമ്മൾ ഇന്നലെ മുതൽ പറയാൻ തുടങ്ങിയത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, തൈബ ഉസ്താദ് അതിനെ പാട്ടിലൂടെ പറയാണ്, ഉറങ്ങുന്ന സമയം ശുദ്ധിയോ കത് സുന്ന. ശക്തമായ സുന്നത്തുണ്ട് മക്കളെ. പകൽ നോമ്പ് ലൈനിൽ നിന്ന ഫലങ്ങൾ തന്ന, പകലിൽ നോമ്പെടുത്ത പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് അതിലൂടെ വലിയ പ്രതിഫലം തരുന്നുണ്ട് എന്നാണ്. എന്നിട്ടോ ഒരു ഹദീസ് പറയട്ടെ, വുദു എടുക്കുന്നവർക്ക് മലക്കുകൾ കൂടെയുണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. പറയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തിരുമുസ്തഫയിൽ നിന്ന് സ്വല്ലല്ലാഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കിച്ചണിൽ പണിയുള്ള കാരണം എഴുതാൻ പറ്റൂല. വിഷമിക്കണ്ടോ, അങ്ങനത്തെ പോലെ കേട്ടാ മതി. എഴുതാൻ പറ്റുന്ന ആളുകളൊക്കെ എഴുതുക കേട്ടോ. എഴുതാൻ പറ്റുന്ന ആളുകളൊക്കെ എഴുതിയെടുക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് വലിയ കൂലി ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി എഴുതാൻ പറ്റാത്ത ആളുകളുണ്ട്, പോലെ വിഷമിക്കണ്ട, നിങ്ങൾ കേട്ടോളി, എന്നാലും കൂലിയാണ് കേട്ടോ. പറ്റുന്ന സമയത്ത് എഴുതിയെടുക്കാം. അത് എഴുതാൻ പറയുന്നത് എന്തിനാ വെച്ചാൽ നാളെ ഖബർക്ക് നമുക്കൊരു ഗുണം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഉസ്താദ് പറയണം. അതുകൊണ്ടാണ് ഞാൻ എഴുതിക്കോളി എന്ന് പറയണത്. ഖബർക്ക് വലിയൊരു ഗുണമായിട്ടുണ്ടാവും. ഉറപ്പാണ്, വലിയൊരു ഗുണമായിട്ടുണ്ടാവും. അല്ലാഹു കബൂലാക്കട്ടെ. അതൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. വേറെ എന്തെങ്കിലും നിസ്കാരമൊക്കെ അങ്ങനെ ഒരു കാട്ടിക്കൂട്ടല്. നിസ്കാരം, നോമ്പൊക്കെ സ്വീകരിച്ചു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലാഹു കബൂലാക്കട്ടെ. നമ്മളൊക്കെ സ്വീകരിക്കട്ടെ. അബൂ ഹുറൈറ എന്ന് പറഞ്ഞാൽ എന്താ? പൂച്ചയുടെ വാപ്പ അല്ലേ? പൂച്ച. ഹുറൈറ എന്ന പൂച്ചനെ ചില ആളുകളുണ്ട് പൂച്ചനെ നന്നാക്കി വളർത്തും. പൂച്ചനെ ഭയങ്കര ഇഷ്ടകരം ചില ആളുകൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അബ്ദുറഹ്മാൻ എന്നാണ് മഹാനവറുടെ പേര്. എപ്പോഴും മദീനത്തെ പള്ളിയിൽ വരുമ്പോൾ ഒരു പൂച്ചക്കുട്ടി ഉണ്ടാവും. പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. പൂച്ചക്ക് ഭക്ഷണം കൊടുക്കും, പൂച്ചക്ക് വെള്ളം കൊടുക്കും, പൂച്ചക്ക് പാല് കൊടുക്കും. എന്തൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടോ അതൊക്കെ പൂച്ചക്ക് കൊടുക്കും. നാളെ പിന്നെ ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു, ഉസ്താദ് ഞാൻ തിരൂരിൽ നിന്ന് ഒരു പൂച്ചനെ ഓർഡർ ചെയ്ത് ബസ്സിൽ കൊറിയർ ആയിട്ട് വന്നതാണ്, അതിനെ ആരും എടുത്തോണ്ടോ? പോലെ സങ്കടമാണത്. പോലെ സങ്കടം പറയണത്. വൈക്കന്ന് ഡ്രൈവറെ സീറ്റിന്റെ ബാക്കിൽ വെച്ചിനെ പൂച്ചക്കുട്ടീനെ, അതിനെ ആരും എടുത്തോണ്ടോ? പോലെ സങ്കടം പറയണത്. പൂച്ചനെ വളർത്തുന്ന, പൂച്ചനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും.
ഉണ്ടാവും, ഇഷ്ടം പോലെ ഉണ്ടാവും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. അബൂ ഹുറൈറ എന്നുള്ള മഹാനവരുടെ പേരല്ല, അത് മുത്തുനബി അന്ത അബാ ഹുറൈറ പൂച്ചന്റെ വാപ്പയാണല്ലോ. അപ്പൊ അതിന് ശേഷം മഹാൻ പറയണം മുത്തുനബി പിന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്, അവിടെ എനിക്ക് ഞാൻ പേരെന്നെ മതി. മാഷാ അല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവർ പറയാം എന്താ പറയുന്നത്, ആരോ ഒരാൾ ഉറങ്ങുന്ന രാത്രിയിൽ ശുദ്ധിയായി അതുപോലെ മുണ്ടും ശുദ്ധിയുള്ളടുത്തതായി വസിക്കുന്നതാ മലക്കുന്ന അവനോടൊപ്പരം പ്രാർത്ഥിക്കുമെന്നോ ഉണ്ട് ഉണരുന്ന അവസരം. ഒരാള് വുദൂഎടുത്തിട്ട് കിടന്നുറങ്ങി. എങ്ങനെ കിടന്നുറങ്ങി? വുദൂഎടുത്തിട്ട് മാത്രമല്ല, നല്ല മുണ്ട് ധരിച്ചിട്ട് നല്ല വിരിപ്പ് ധരിച്ചിട്ട് ഉറങ്ങുമ്പോ ശ്രദ്ധിക്കണം, വിരിപ്പൊക്കെ തട്ടണം, വിരിപ്പൊക്കെ കൊടയണം. വിരിപ്പ് കൊടയിലുണ്ടോ? നല്ല വിരിപ്പാവണം. നല്ല വിരിപ്പാവണം. ഇതാദ്യം കല്യാണം കഴിഞ്ഞൊക്കെ വന്ന ഉടനെ വിരിപ്പൊക്കെ ഒരാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും കളറൊക്കെ ഇങ്ങനെ മാറിനി. ഒരട്ടം വിരിപ്പ് ഇങ്ങനെ ഇടും, പിന്നെ ആ വിരിപ്പൊന്ന് മറിച്ചിടും. പിന്നെ എപ്പോ വന്നാലും ഈ വിരിപ്പ് തന്നെ. അങ്ങനെ ആവരുത്, വിരിപ്പ് മാറ്റിയിടണം. വിരിപ്പൊക്കെ മാറ്റിയിടണം. ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, ബെഡ്ഷീറ്റ് കുട്ടി മൂത്രയിക്കാൻ നിൽക്കണ്ട, അതിന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യണം, ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റിയിട്ട് നല്ല അങ്ങനെ ആവണം. നല്ല കിടക്കാൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നല്ല റാഹത്തിൽ നല്ല സന്തോഷത്തിൽ അടിപൊളിയായിട്ട് നല്ല റാഹത്തിൽ ഇങ്ങനെ വുദൂ എടുത്തിട്ട് അങ്ങനെ ഉറങ്ങണം. അങ്ങനെ ഉറങ്ങിയാലുള്ള ഗുണം എന്താ? അങ്ങനെ ഉറങ്ങിയാലുള്ള ഗുണമെന്താണ്? വസിക്കുന്നതാ മലക്കുന്ന അവനോടൊപ്പരം. ഈ ഒപ്പരം എന്നല്ലേ പറയണത്, ഇവർക്ക് തെളിവുണ്ട് കേട്ടോ. ചില ആൾക്കാർ ഇങ്ങനെ ഉണ്ട്, എന്റെ ഒപ്പരം പോകാറില്ലേ, ഒപ്പം പോകാന്നില്ലേ ഓല് പറയും ഒപ്പരം പോകാറ്. കൊടുവള്ളിക്കാരാ തോന്നുന്നുണ്ട് അങ്ങനെ ഉപയോഗിക്കില്ല. കൊടുവള്ളിക്കാരോ കണ്ണൂരുകാരൊക്കെ ചിലപ്പോ പറയുമ്പോ ഒപ്പരാരായിരിക്കും. ഒപ്പരാരാ എന്താ ചോദിക്കണ നിങ്ങൾക്ക്? ഒപ്പം കൂടെ ആരാന്നാണ് ചോദിക്കണത്. കൂടെ ആരാന്ന് ചോദിക്കണം. അവരെന്താ ചോദിക്കാം? ഒപ്പരാരാ. അതിന് തെളിവുണ്ട്, ഓൽക്ക് തെളിവുണ്ട്. വസിക്കുന്നതാ മലക്കുന്ന അവനോടൊപ്പരം പ്രാർത്ഥിക്കുമെന്നും ഉണ്ട് ഉണരുന്ന അവസരം. അവരുടെ കൂടെ മലക്കുകൾ താമസിക്കുമെന്നാണ്. അവരുടെ കൂടെ മലക്കുകൾ താമസിക്കുമെന്നാണ്. ആ മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. ആർക്കാണ് മക്കളെ? ആർക്കാണ് ബാപ്പ? ആർക്കാണ് ഉമ്മ? ആർക്കാണ് ചെറുപ്പക്കാരാ? ഈ ശ്രേഷ്ഠതകളെല്ലാം പറയുന്നത് ആർക്കാ? വുദൂ എടുക്കുന്നവർക്കാണ്. വുദൂവിന്റെ ശ്രേഷ്ഠതയാണ് അറിവിന്നിലാവിന്റെ കുടുംബങ്ങളെ റമദാനിന്റെ പ്രഭാഷണത്തിൽ ഉസ്താദ് മണിക്കൂറുകളോളം ദിവസങ്ങളോളം പറഞ്ഞു തരുന്നത്. ഇത് കേട്ടിട്ടെങ്കിലും വുദൂ ജീവിതത്തിൽ പതിവാക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ടോ വീണ്ടും പറയട്ടെ, ഞാൻ ചുരുക്കി പറയാണ്. വുദൂ ചാവിയാ നിസ്കാരത്തിനെന്നുണ്ട്, അത് നല്ലതല്ലെങ്കിൽ ഫലം എന്തുണ്ട്? വുദൂവിന്റെ സമയം ബാങ്ക് കേട്ടാൽ പിന്നെ ബാങ്കിന്റെ മറുപടി സുന്നത്താണ് പൊന്നെ. വുദൂ എന്നുള്ളത് നിസ്കാരത്തിന്റെ ചാവിയാണ്. ചാവി നന്നായാലേ നിസ്കാരം നന്നാവുകയുള്ളൂ. ചാവി നന്നായാലേ നല്ല വണ്ടി ഉണ്ടായിട്ട് കാര്യമില്ല. വണ്ടി സ്റ്റാർട്ടാക്കണമെങ്കിൽ നല്ല ചാവി വേണം, അല്ലേ? ഇല്ലെങ്കിൽ ഏത് ചാവി ഇടാൻ പറ്റും? ഇല്ലെങ്കിൽ ഏത് ചാവി ഇടാൻ പറ്റും? ചാവി നന്നാവണം, ലോക്ക് നന്നാവണം. നമ്മൾ നല്ല വീടൊക്കെ ഉണ്ടാക്കി വെച്ച് 5 റുപ്യന്റെ 10 റുപ്യന്റെ ഗോദ്റേജിന്റെ നല്ല ചെറിയ പൂട്ട് കൊടുത്തിട്ട് പറ്റുമോ? നല്ല പൂട്ട് വേണ്ടേ? വാതിലിനെ കള്ളന്മാർക്കൊന്നും തുറക്കാൻ പറ്റാത്ത നല്ല ലോക്കാൻ വേണ്ടേ? വണ്ടിയുടെ ചാവി നന്നാവേണ്ടേ? ചാവി നന്നായാലല്ലേ വണ്ടി നന്നാവുള്ളൂ, അല്ലേ? ഇല്ലെങ്കിൽ ഇങ്ങനെ ചാവിമ ദിക്റും വെച്ചിട്ടുണ്ടാവും. എന്ത്? സുബ്ഹാനല്ലദി സഖറ ലനാ. എന്നിട്ട് ചാവി സുബ്ഹാനല്ലദി സഖറ ലനാ, സുബ്ഹാനല്ലദി സഖറ, സുബ്ഹാനല്ലദി സഖറ. ചാവി ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ആവും ചെയ്യും, ഓഫ് ആവും ചെയ്യും. അതിനനുസരിച്ച് ഈ ദിക്റും ഇങ്ങനെ പറയും. അങ്ങനെയല്ല, നല്ല ചാവിയാവണം, നല്ല സ്റ്റാർട്ട് ആവണ ചാവിയാവണം. ചാവി നന്നായ വണ്ടി നന്നാവും. നിസ്കാരത്തിന്റെ ചാവിയാണ് വുദൂ. അപ്പൊ വുദൂ നന്നായാല് എന്തെന്നാവും? നിസ്കാരം നന്നാവും, നിസ്കാരം റെഡിയാവും. നമ്മൾ പള്ളിക്കൊക്കെ വരുമ്പോ വരുന്ന തന്നെ 4ാമത്തെ റക്അത്തിലാ, വരുന്ന തന്നെ പോണ തന്നെ 4ാമത്തെ റക്അത്തില്, അത്തയ്യാത്തില് 2 റക്അത്തിൽ ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കും. കാരണം എന്താ? നിസ്കാരം കേൾക്കാലോ, നിസ്കാരത്തിൽ ഓത്തേക്കാലോ. 2 ആയിട്ടുള്ളൂ. മൂപ്പര് കുറച്ച് നീട്ടി മണിച്ച് ഓതുന്ന ആളാണ്. 2 ആയിട്ടുള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. എന്നിട്ട് 2 റക്അത്ത് കഴിഞ്ഞ് 3ാമത്തെ റക്അത്തിൽ മുണ്ടാട്ടല്ല. അപ്പൊ മനസ്സിലായി അതിപ്പോ 3ാമത്തെ റക്അത്താണ്. ഒരു മിനിറ്റ് കൂടി ഉണ്ടാവും, ഇപ്പൊ 4ാമത്തെ റക്അത്തായിരുന്നു, നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പടച്ച റബ്ബേ. എന്നിട്ട് ഒരു ഹൈ സ്പീഡിൽ യുദ്ധവിമാനം പോകുമ്പോൾ ഹൈ സ്പീഡിൽ
സ്പീഡിൽ ഒരു വുളു ഉണ്ട്, എന്നിട്ട് ഒരൊറ്റ പാച്ചില്ല നമസ്കാരത്തിന്. അങ്ങനെ ആവരുത്. വുളു നന്നാവണം, ചാവി നന്നാവണം, നമസ്കാരം നന്നാവും. തമാശ പറയണേ. എന്നിട്ടോ മഹാനവറുകൾ പറയാണ് വുളുവിന്റെ ശ്രേഷ്ഠതകളാണ് എഴുതി വെക്കണേ, പഠിച്ചു വെക്കണേ. വുളുവിന്റെ സമയം ബാങ്ക് കേട്ടാൽ പിന്നെ ബാങ്കിന്റെ മറുപടി സുന്നത്താണ് പൊന്നേ. വുളു എടുക്കുന്ന സമയത്ത് ബാങ്ക് കേട്ടാൽ പിന്നെ നിങ്ങൾ അവിടെ നിർത്തിവെക്കണം. വുളുവിന്റെ സമയത്ത് ബാങ്ക് കേട്ടാ പിന്നെ ബാങ്കിന്റെ മറുപടി കൊടുക്കണം. ബാങ്കിന്റെ സമയത്ത് ബാങ്കിനാണ് മറുപടി കൊടുക്കേണ്ടത്. വുളു അവിടെ നിർത്തിവെക്കണം. ഒരാളിങ്ങനെ കൈ കഴുകുമ്പോഴാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്ക് കൊടുത്തു, അവിടെ നിർത്തുക. എന്നിട്ട് ബാങ്കിന്റെ മറുപടി കൊടുക്കുക. ബാങ്കിന്റെ മറുപടി കഴിഞ്ഞതിന് ശേഷം പിന്നെ തൽക്കുന്ന വുളു കൊടുക്കുക. അതാണ് വേണ്ടത്. മനസ്സിലായല്ലോ? ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അഞ്ഞിപ്പോ 2 കാല് കൂടി ഉള്ളൂ. അങ്ങനെയല്ല, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്കിന് അത്രയും സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മജ്‌ലിസിൽ വരെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നിർത്തിയേക്കുന്നത്. പിന്നെ ചിലപ്പോൾ കേൾക്കാത്ത സമയത്തൊക്കെ നമ്മൾ അങ്ങനെ നീണ്ടുപോകുള്ളൂ. അല്ലെങ്കിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നിർത്തിയേക്കും. എന്നിട്ടോ വീണ്ടും പറയുകയാണ് ശ്രദ്ധിക്കണേ. ബൈനസ്സഫ മറവ നടക്കും നേരം അദ്കാറ് ഔറാദിന്റെ എല്ലാ സമയവും സിയാറത്തുൽ ഖബറിന് സുന്നത്തുല്ലദാ മസാജിദിൽ കിടക്കുന്നതിനും വേണ്ടതാ. സഫാ മറവക്കടയിൽ നമ്മൾ സഅയ് ചെയ്യുമ്പോൾ വുളു സുന്നത്താണ്. അവിടെ വുളു നിർബന്ധമില്ല. തവാഫ് ചെയ്യുന്ന സമയത്ത് വുളു നിർബന്ധം. തവാഫ് ചെയ്യുന്ന സമയത്ത് ഒരാളെ വുളു മുറിഞ്ഞാൽ എന്ത് ചെയ്യണം? അവര് വേഗം പോയിട്ട് വുളു എടുത്തിട്ട് തവാഫ് തുടരണം. തവാഫ് ചെയ്യുമ്പോൾ വുളു നിർബന്ധമാണ്. പക്ഷെ സഫാ മറവക്കടയിൽ സഅയ് ചെയ്യാൻ വുളു നിർബന്ധമില്ല. പക്ഷെ അവിടെ എന്തുണ്ട്? സുന്നത്തുണ്ട്. അതാണ് മഹാനവറുകൾ പറയുന്നത് ബൈനസ്സഫ മറവ നടക്കും നേരം അദ്കാർ ഔറാദിന്റെ എല്ലാ സമയവും. കണ്ടോ, നിങ്ങളെ ദിക്ർ ചെല്ലുന്ന സമയമാണ്, ഔറാദിന്റെ സമയമാ. ആ സമയത്ത് നിങ്ങൾക്ക് വുളു വേണേ. സിയാറത്തുൽ ഖബറിന് സുന്നത്തുല്ലദാ. ഉമ്മാന്റെ ഖബറിന്റെ അടുക്കൽ പോവാണ്, ബാപ്പാന്റെ ഖബറിന്റെ അടുക്കൽ പോവുകയാണ്. മഹാന്മാരെ സിയാറത്ത് ചെയ്യുകയാണ്, റൗള ശരീഫിൽ കയറുകയാണ്, മുത്ത് ഹബീബിനോട് സലാം പറയാ, ജന്നത്തുൽ ബഖീൽ ജന്നത്തുൽ മുഹല്ലയിലെ സിയാറത്തിന് പോവാ. മരിച്ചു കിടക്കുന്ന ഉമ്മാന്റെ ഖബറിന്റെ അടുക്കൽ പോകുന്ന ചെറുപ്പക്കാരാ, മരണപ്പെട്ട് കിടക്കുന്ന ബാപ്പാന്റെ ഖബറിന്റെ അടുക്കൽ പോകുന്ന ചെറുപ്പക്കാരാ, ആ പോകുന്ന സമയത്തൊക്കെ വുളു നിങ്ങൾക്ക് നല്ലതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് തരട്ടെ. മസാജിദിൽ കടക്കുന്നതിനോ വേണ്ടതാ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നിങ്ങളെ കടക്കുകയാ. ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ച് പള്ളിയിൽ കിടക്കാൻ പോവാണ്. പള്ളിയിൽ കിടക്കുമ്പോഴൊക്കെ വുളു എടുത്തിട്ട് കിടക്കണേ. ഉറങ്ങുന്ന സമയം വേണ്ടതാണ്. രാപ്പകൽ ഇരുന്നാണുറക്കാമെങ്കിലും ശരി തന്നമിൽ ഒലൂമുകൾ നിങ്ങളോട് ഇവിടെ ശ്രദ്ധിക്കേ. ഒലൂമുകൾ എഴുതുന്ന സമയം വേണമാ. പ്രസംഗ സമയത്തും ഇതുണ്ടാകണമേ. നിങ്ങൾക്ക് മാത്രല്ല എനിക്കുണ്ട്. ഒരു പാലട്ടാൽ ഇങ്ങോട്ടും വേണ്ടേ. ഉലൂം എഴുതുന്ന സമയത്ത്, ഇൽമ എഴുതുന്ന സമയത്ത് വുളു വേണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആദ്യം തന്നെ പറയുന്നത്, പരീക്ഷയ്ക്ക് പോകുന്ന മക്കൾ, ഇന്ന് പരീക്ഷയ്ക്ക് പോയിക്കണോ? ഒപ്പം പറ്റുള്ളൂ. പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് വുളു എടുത്തിട്ട് പോകണം. പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കണം. എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളോടൊക്കെ ഞാൻ പറയലുണ്ട്, പരീക്ഷയ്ക്ക് പോകുമ്പോൾ വുളു എടുത്തിട്ട് പോകണം. അപ്പൊ നിങ്ങളിങ്ങനെ ആലോചിക്കണ്ട, എന്തിനാ ഇയാള് വുളു എടുത്ത് പോകാൻ പറയണേ? വുളു എടുത്ത് പോയാൽ എന്താ? അതുകൊണ്ട് ബർക്കത്തുണ്ട്. അതല്ലേ തൈബ ഉസ്താദ് പറഞ്ഞത്. ചില മക്കൾ പറയും, ഉസ്താദ് പഠിക്കണുണ്ട്, പക്ഷെ മണ്ടിക്ക് കയറണില്ല, തലേക്ക് കയറണില്ല, തലേക്ക് കയറണില്ല. എന്താ വേണ്ടേ? വുളു എടുത്തിട്ട് പഠിക്കാനിരിക്കാം. നാളെ പരീക്ഷ ഉണ്ടാവൂലേ? അല്ലാഹു വിജയം നൽകട്ടെ. വുളു എടുത്തിട്ട് മക്കളോട് പഠിക്കാനിരിക്കാൻ പറയണം. മനസ്സിലായല്ലോ? നല്ല ഓർമ്മശക്തി ഉണ്ടാവും. ഇൽമ എഴുതാണ്, ഇൽമ പഠിക്കാണ്. ഇപ്പൊ നിങ്ങൾ ഇൽമ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇൽമ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇൽമിന്റെ മജ്‌ലിസിലല്ലത്. സംഗതി ഇപ്പൊ നിങ്ങളെ സോഫയിലാണ് നിങ്ങൾ ഇരിക്കണത്, അല്ലെ റൂമിലാണ് ഇരിക്കണത്, അല്ലെ അടുക്കളയിലാണ് ഇരിക്കണത്. പക്ഷെ അള്ളാന്റെ അടുക്കള നിങ്ങൾ എവിടെയുള്ളത്? ഇൽമിന്റെ
ഇൽമിന്റെ മജ്ലിസാണ്, അവിടെ മലക്കുകളുണ്ട്. അപ്പൊ ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ വുളു ഉണ്ടെങ്കിൽ അതിന്റെ പവർ വേറെ തന്നെയാണ്. അതിന്റെ പവർ വേറെ തന്നെയാണ്, അതിന്റെ മഹത്വം വേറെ തന്നെയാണ്. മീനിങ്ങളെ അൽഹംദുലില്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ബൈത്ത് കൂടി പറഞ്ഞിട്ട് വുളുവിന്റെ ശ്രേഷ്ഠത കൂടി പറയാം കേട്ടോ. കേക്കിയേ ഉലൂമുകൾ എഴുതുന്ന സമയം വേണം. പിന്നെയോ പ്രസംഗ സമയത്തും ഇതുണ്ടാകണമേ. പ്രസംഗിക്കുന്ന സമയത്ത് വുളൂ വേണം, പ്രസംഗിക്കുന്ന സമയത്ത് വുളൂ വേണം. അങ്ങനെ വുളൂ ഉണ്ടായാൽ കണ്ണേറ് വരൂല്ല, നാപ്പോര് വരൂല്ല, ഉറക്കം വരൂല്ല, പിശാചിന് വരാൻ കഴിയൂല. അപ്പൊ റമദാൻ നിലാവ് കേൾക്കുമ്പോ വുളു എടുത്തിട്ട് കേൾക്കണം. വുളു നിർബന്ധാണെന്നല്ല, അറബി നിലാവ് കേൾക്കുന്ന സമയത്ത് വുളു എടുത്തിട്ട് കേൾക്കണം. നിർബന്ധാണ് എന്നല്ല, സുന്നത്താണ്. മജ്ലിസ് കേൾക്കുമ്പോ, മജ്ലിസിൽ ഇരിക്കുമ്പോ, ഇൽമ പറയുമ്പോ, ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കുമ്പോ, അത് എഴുതുമ്പോ, അത് പഠിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ വുളു ഉണ്ടായിരിക്കണ നല്ലതാണ്. മയ്യത്തിനെ ചുമക്കാൻ തുനിഞ്ഞാൽ സുന്ന, ചുമന്നിട്ട് വീണോ സുന്നത്തുള്ളത് തന്നെ. എപ്പോഴാ വന്നു ഇപ്പൊ വന്നേ തന്നെ ആ ആ ആ ആ ആ ആ കർശോനെ നമ്മള് ജന്നിട്ട് വന്നിട്ട് സ്കൂളിട്ട് വന്നേക്കണേ. എല്ലാവർക്കും ഷുഗല്ലേ ചോദിച്ചാൽ മതി, അങ്ങനെ ചോദിച്ചാൽ മതി. ഷുഗല്ലേ ചോദിച്ചാൽ മതി. ആ നോമ്പൊക്കെ റാത്തല്ലേ ചോദിച്ചാൽ ദ്വാരക്കിട്ടോ പറയും. ആ ഓക്കെ, ഞാൻ ഇവിടെ ഇരുന്നോ. അപ്പൊ നോക്കി നിങ്ങള് എവിടെത്തി? മയ്യത്തിനെ ചുമക്കാൻ തുനിഞ്ഞാൽ സുന്ന, ചുമന്നിട്ട് വീണ്ടും സുന്നത്തുള്ളത് തന്നെ. ഒരാളെ മയ്യത്ത് ചുമക്കുകയാണ്. മയ്യത്ത് ചുമക്കുന്നതിന് മുമ്പ് വുളൂ സുന്നത്തുണ്ട്. മയ്യത്ത് ചുമന്ന് കഴിഞ്ഞാല് പള്ളിയിലെത്തി കഴിഞ്ഞാലും പിന്നെയും വുളൂ എടുക്കല് പിന്നും സുന്നത്തുണ്ട്. പിന്നെയോ ഗൈബത്ത്, ചീത്ത, നമീമത്ത് വകൾ കള്ളവും പറഞ്ഞാൽ അവനോ സുന്നത്തുണ്ട്. അതിന്റെ അന്ത്യവും ഗൈബത്തും നമീമത്തും ഫസദും കളവും പറഞ്ഞാലുടനെ വുളൂ എടുക്കല് സുന്നത്തുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നല്ലോണം പുള്ളും കാര്യം പറയാം, എന്നിട്ട് വുളൂ എടുക്കാന്നല്ല. അഥവാ പറഞ്ഞു പോയാൽ, അറിയാതെ ഒരാൾ പറഞ്ഞു പോയി, പഠിച്ചോനെ അത് തെറ്റാണല്ലോ അല്ലാ എന്ന് ഒരാള് അറിയാതെ ഒരാളെ പേരിട് വന്നുപോയി. അങ്ങനെ ഉണ്ടല്ലോ, അറിയാതെ കാര്യത്തിൽ പലപ്പോഴും അറിയാതെ ഓൻ അങ്ങനെയാണോ ഇങ്ങനെയാണോ അത് അറിയാതെ ഇങ്ങോട്ട് പേരാണ്. അറിയാതെ ഒരാൾക്കട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വുളു എടുക്കല് സുന്നത്തുണ്ട്. കാരണം ഇന്ന് കഴിച്ചിലാവണമെങ്കിൽ ആ ദോഷം പൊറുക്കണമെങ്കിൽ ഓലോട് തന്നെ മാപ്പ് പറയണം. ഓലോട് തന്നെ മാപ്പ് പറയണം. മാത്രല്ല വുളു എടുക്കണം. ഇനി ഒരാളെ ഗീബത്തും നമീമത്തും കേട്ടു, ഒരാളെ കുറ്റം കുറവും പറയണേ കേട്ടു, അത് കേട്ടാൽ എന്ത് ചെയ്യണം? പഠിച്ചോനെ ഞാനത് കേട്ടല്ലോ, തെറ്റാണല്ലോ, ഓൽക്കിപ്പോ അത് ഇഷ്ടം ഉണ്ടാകൂലല്ലോ റബ്ബേ എന്ന് കരുതിയിട്ട് വേഗം വുളു കൊടുക്കണം. വുളുവിന്റെ ശ്രേഷ്ഠത എന്താ? തലമുടി കളഞ്ഞാൽ ഖദിയസന്നു എന്ന, അതുപോലെ മീശനി വെട്ടിയാലും സുന്ന. തലമുടി കളഞ്ഞ മൊട്ടയടിച്ചു, വുളുവെടുക്കലും സുന്നത്തുണ്ട്. മീശ വെട്ടി വുളുവെടുക്കലും സുന്നത്തുണ്ട്. ദേശം പിടിച്ചവനും യുസന്നു, പിന്നെയും ലില്ലാഹി കാണോ ദേശമെങ്കിൽ തന്നെയോ. അല്ലാഹുവേ വീണ്ടും പറയാണ്, ദേഷ്യം പിടിക്കാൻ ഒരു കാര്യത്തിൽ ദേഷ്യം പിടിക്കാം, വല്ലാതെ ദേഷ്യം പിടിക്കാൻ പെട്ടെന്ന് പോയി വുളു എടുക്കാം, പെട്ടെന്ന് പോയി കൊടുക്കുക. എവിടെ കത്തി എന്നല്ല നോക്കണ്ടേ? ആ ദേഷ്യം പിടിക്കാൻ മനസ്സിലായോ? എവിടെ കത്തി എന്നല്ല നോക്കണ്ടേ? വേഗം പോയിട്ട് ഒതെടുക്കാം. ഒതെടുത്ത് കഴിഞ്ഞാൽ ദേഷ്യം വേഗം കുറഞ്ഞോളും, ഓട്ടോമാറ്റിക് ആയിട്ട് കുറഞ്ഞോളും. ദേഷ്യം പിടിക്കുന്നവൻ നിൽക്കുന്നവൻ ഇരിക്കുന്നവൻ കിടക്കണം എന്നാണ്. എന്നിട്ടും ദേഷ്യം നിൽക്കില്ല, വേഗം പോയിട്ട് ഒതെടുക്കണം എന്നാണ്. മനസ്സിലായോ? എന്നിട്ടോ വീണ്ടും പറയട്ടെ, അല്ലാഹുവേ നിനക്കുണ്ട് അവനെ ചെന്ന് കാണാനും ഭയം, വുളുവോട് കൂടി ചെല്ല് നീങ്ങും ആ ഭയം. ഒരാളെ കാണാനല്ല ഭയം,
ഭയാണ്. എങ്ങനെയപ്പോ ഞാൻ അവളോട് വർത്താനം പറയാം? പഠിച്ചോനെ ഇപ്പൊ അവിടെ ചെന്നാൽ നല്ലോണം കേൾക്കേണ്ടി വരില്ലോ. ഇന്റർവ്യൂവിന് പോകുമ്പോൾ പൊതു കൊടുക്കണം, പറയില്ല നിങ്ങളോട്? ഇന്റർവ്യൂവിന് പോകുമ്പോൾ പൊതു കൊടുക്കണം, ലൈസൻസ് ടെസ്റ്റിന് പോകുമ്പോൾ പൊതു കൊടുത്ത് പോകണം. ഒക്കെ വർക്കത്താണ്, വേഗം കിട്ടിക്കോളും. ധൈര്യം ഉണ്ടായിക്കോളും, മനസ്സിൽ ഭയം വാങ്ങി കിട്ടും. ഇനി ഒരാളോട് സംസാരിക്കാൻ പോവാണ്, എന്റെ റബ്ബേ ഇന്ന് ചെന്ന 2 അടി ഉറപ്പാ, ഇന്ന് ചെന്ന ചീത്ത ഉറപ്പാ, ഇന്നിപ്പോ അയാളെ മുന്നിക്ക് പോയാ ചീത്ത ഉറപ്പാ, ബോസിന്റെ മുന്നിക്ക് പോയാ ചീത്ത ഉറപ്പാ, മുതലാളി എന്തായാലും ചീത്ത അറിയും. അല്ലെങ്കിൽ ഒരു കാര്യം സംസാരിക്കുമ്പോ നമ്മൾ പറയുന്ന കാര്യം അവർ കേൾക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ ഭയാണ്. നിനക്കൊണ്ട് അവനെ ചെന്ന് കാണാനും ഭയം, വുളുവോട് കൂടി ചെല്ലി നീങ്ങും ആ ഭയം. വുളുവെടുത്തിട്ട് ചെല്ലണം, അപ്പ ഭയം അങ്ങ് നീങ്ങിക്കിട്ടും. വുളുവിനത്ര പവറാ മുഅ്മിനേ, വുളുവിനത്ര പവറാ മുഅ്മിനേ. പറയുന്നു റബ്ബും മൂസ നബി അവരോട് സുൽത്താന ഭയന്നാൽ ചെല്ലണേ മുളുവോടെ. മൂസാ നബിയെ, നിങ്ങൾ അല്ലാഹു അഹദെന്ന സത്യവാക്യം ഒരാളെ പറയാൻ പോകുമ്പോ ആ രാജ്യത്തുള്ള ഭരണാധികാരിയെ നിങ്ങൾ ഭയക്കരുത് നബിയേ. അങ്ങനെ ഭയക്കേണ്ടി വന്നാൽ, അവരോട് സംസാരിക്കാൻ പോവേണ്ടി വന്നാൽ നബിയേ, നിങ്ങൾ വുദു എടുത്തിട്ട് പോവണേ നബിയേ. അതുപോലെ മൂസ നിന്റെ അഖിലോ പിന്നെ വുദുവിന്റെ കർമ്മോ ചെയ്യണം ക്ഷണം തന്നെ. എന്നാൽ നിനക്കൊരു ശർറും അവനിൽ നിന്ന് എത്തുന്നതല്ലെന്നാ പറഞ്ഞതുമല്ലേ. വുദുവോടുകൂടി ചെന്നാൽ ഒരു ശർറും നിനക്കേൽക്കൂല, ഒരാൾ നിന്നെ ശപിക്കൂല, ഒരാൾക്ക് നിന്നെ പരാജയപ്പെടുത്താൻ കഴിയൂല. വുദുവോട് കൂടി മരിക്കുവാൻ തൗഫീഖ് അതിനുള്ള ദാഹം റബ്ബനാ നീ തീർത്തുതാ. പരിശുദ്ധ നബിയിൽ നിന്റെ കരുണ കടാക്ഷമോ ചൊരിക്കണമേ ഔലാദിലും അത് നിത്യമോ. അല്ലാഹുവേ, എത്രയെത്ര മഹത്വങ്ങളാണ് മഹാനായ തൈമ ഉസ്താദ്. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് അവിടുത്തെ ഹമറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഇന്നത്തെ പ്രഭാഷണം ഞാൻ ചുരുക്കുകയാണ്. എന്റെ മുഅ്മിനീങ്ങളോട് സ്നേഹത്തോടെ വീണ്ടും ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് വുദുവെടുത്തിട്ട് ഉറങ്ങണം ചെറുപ്പക്കാരാ. എത്ര ശ്രേഷ്ഠതകളാ നമ്മൾ പറഞ്ഞത്, എത്ര ഫളലുകളാ നമ്മൾ പറഞ്ഞത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. വേറെ ആർക്കോ ചെയ്യാനുള്ളതല്ല, വേറെ ആരോ ചെയ്യാനുള്ളതല്ല, നമ്മൾ ചെയ്യാനുള്ളതാ, നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാ. ഇത് എഴുതി വെക്കുന്നത് എന്തിനാണ്? ഇത് പഠിച്ചു വെക്കുന്നത് എന്തിനാണ്? ഇത് എഴുതി വെച്ചത് വീണ്ടും വീണ്ടും വായിക്കാൻ പറയുന്നത് എന്തിനാ? ഇന്ന് രാത്രി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞത് എന്തിനാ? മറക്കാതിരിക്കാൻ വേണ്ടിയാ, മറക്കാതിരിക്കാൻ വേണ്ടിയാ, മറക്കാതിരിക്കാൻ വേണ്ടിയാ. പഠിച്ചത് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവരാരാ? പഠിച്ചത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാരാ? അവരെ ഖബറിലേക്ക് അല്ലാഹു ഇൽമിന്റെ പ്രകാശം കാണിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. ആരാ? മഹാനായ ഇമാമുനാ ശാഫഈ റളിയല്ലാഹു അൻഹു. മഹാനായ ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹു എപ്പോഴും പടച്ചവനോട് ദുആ ചെയ്തിരുന്ന ഒരു ദുആ ഉണ്ട്. ആരാ ശാഫഈ ഇമാം എന്നറിയോ? പൊന്നുമോളെ, പൊന്നു പെങ്ങളെ, ചെറുപ്പക്കാരാ, നിങ്ങളെ കയ്യിൽ നിങ്ങളെ അറിവ് പഠിക്കാൻ വേണ്ടി ഉസ്താദ് വഅദ് പറഞ്ഞു തരുമ്പോ ആ വഅദ് എഴുതി വെക്കാൻ നിങ്ങളെ കയ്യിൽ നോട്ട് പുസ്തകമില്ലേ? നിങ്ങളെ കയ്യിലെ പേനയില്ലേ? അത് നല്ലതുപോലെ സൂക്ഷിച്ച് നിങ്ങളെ കൊണ്ട് നടക്കണോ? അത് നല്ലതുപോലെ സൂക്ഷിച്ചു കൊണ്ട് നടക്കണോ? മഹാനായ ഇമാമുനാ ശാഫഈ റളിയല്ലാഹു അൻഹു, ശാഫഈ ഇമാമിന്റെ അടുക്കലേക്ക് ഒരു ശിഷ്യൻ വന്നിട്ട് ചോദിക്കുന്നു, ഉസ്താദേ, നിങ്ങളെ അടുക്കൽ എഴുതാത്ത ഒരുപാട് പേപ്പർ ഉണ്ടല്ലോ ഉസ്താദേ, ആ എഴുതാത്ത പേപ്പറുകൾ നമുക്ക് ഇവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് കൂട്ടമായിട്ട് കത്തിച്ചാലോ ഉസ്താദേ?
ഷാഫി ഇമാം പറയാണ് പറ്റൂല മക്കളെ, പറ്റൂല. അത് ഞാൻ എഴുതിയിട്ടില്ല എന്ന് നിങ്ങൾ നോക്കണ്ട. ഞാൻ എഴുതാൻ കരുതിയ കടലാസാണ്, അറിവ് എഴുതാൻ കരുതിയ കടലാസാണ്, ഇൽമ എഴുതി വെക്കാൻ കരുതിയ കടലാസാ. അറിവ് എഴുതാൻ വേണ്ടി കരുതിയ കടലാസിന് പോലും വല്ലാത്ത ബഹുമാനം കൊടുത്ത ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു റമളാനിലാവിലെ പ്രസംഗമേറ്റത് എഴുതി വെച്ച പെണ്ണേ. റമളാനിലാവിന്റെ പ്രസംഗമേറ്റതുകൾ, ഹദീസുകൾ, കവിതകൾ, ചരിത്രങ്ങൾ, പോയിന്റുകൾ എഴുതി വെച്ച ചെറുപ്പക്കാരാ, ആ എഴുതി വെച്ച പേപ്പറിന് വലിയ വിലയുണ്ട് കേട്ടോ. ആ എഴുതി വെച്ച പുസ്തകത്തിന് വലിയ വിലയുണ്ട് കേട്ടോ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാ, ഞാൻ പഠിച്ചു വെച്ച അറിവുകള്, ഞാൻ പറഞ്ഞു കൊടുത്ത അറിവുകള്, ഞാൻ കേട്ടുപോയ അറിവുകള്, ഞാൻ എഴുതി വെച്ച അറിവുകള്, ഈ അറിവുകളെല്ലാം നാളെ ഷാഫിയുടെ ഖബറിലേക്ക് അല്ലാഹു പ്രകാശമായിട്ട് കാണിച്ചു തരുമല്ലോ. ഈ അറിവുകളെല്ലാം നാളെ ഖബറിലേക്ക് അല്ലാഹു എനിക്കൊരു വെളിച്ചമായിട്ട് കാണിച്ചു തരുമല്ലോ. പടച്ചവനെ, മണിക്കൂറുകളോളം ഞങ്ങൾ വഅദ് പറഞ്ഞത്, മണിക്കൂറുകളോളം വഅദ് കേട്ടത്, പ്രസംഗത്തിന്റെ ഇടയിൽ എഴുന്നേറ്റ് നിന്നത്, പ്രസംഗത്തിന്റെ ഇടയിൽ വുദു എടുത്ത് വന്നത്, പ്രസംഗത്തിന്റെ ഇടയിൽ കമന്റ് എഴുതിയത്, പ്രസംഗത്തിന്റെ ഇടയിൽ ആമീൻ പറഞ്ഞത്, പ്രസംഗത്തിന്റെ ഇടയിൽ നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചത് എല്ലാം നാളെ ഖബറിലേക്ക് വലിയ ഒരു പ്രകാശമായിട്ട് എത്തിച്ചു തരണേ അല്ലാ, എത്തിച്ചു തരണേ അല്ലാ, എത്തിച്ചു തരണേ അല്ലാ. ഒരു ദിവസം പോലെ റമളാനിലാവ് മുടങ്ങാതെ കേൾക്കുന്ന കുടുംബങ്ങളാ. പടച്ചവനെ, ഞങ്ങളെ റമളാനിനെ സ്വീകരിക്കണേ റഹ്മാനെ. പള്ളിക്ക് വേണ്ടി അനാഥ മക്കളുടെ സ്നേഹവീടിന് വേണ്ടി നേർച്ചകളോ സഹായങ്ങളോ സ്വർണങ്ങളോ സംഭാവനകളോ തന്നവനുണ്ട്, നീ ഖൈർ കൊടുക്കണമല്ലാ. റമളാനിന്റെ പൊരുത്തം നൽകണമല്ലാ. ഒരു മണിയാകുമ്പോ ഞങ്ങളെ മജ്‌ലിസിൽ വന്ന വഅദ് കേൾക്കുകയാ, ലിങ്കുകൾ ഷെയർ ചെയ്യുകയാ. ഒരു ദിവസം പോലെ ഞങ്ങളെ മജ്‌ലിസ് മുടങ്ങാതെ കേൾക്കുകയാണ്. എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹു ഖൈർ നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.